أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أكثر الناس ولو حرصت بمؤمنين وما تسألهم عليه من أجر إن هو إلا ذكر للعالمين. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن أريد إلى الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ ഒത്തുചേരൽ അവൻ്റെ മാർഗത്തിലുള്ള ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ സൂറത്ത് യൂസുഫിലെ 103, 104 ആയത്ത് വരെയാണ്. ആ രണ്ടായത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു അത്, അതായത് 102 മുതൽ 111 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കുകയാണ്. ഇതുവരെ ആ സ്റ്റോറി മൊത്തം ഖുർആൻ പ്രവാചകനോട് സംസാരിക്കുന്ന രൂപത്തിലാണ് നമുക്കുള്ളത്. പക്ഷേ സ്റ്റോറി പറയുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്, ഒരു തേർഡ് പേഴ്സണിൽ പറയും, അല്ലേ? ഇതുവരെ ഒരു തേർഡ് പേഴ്സണിലാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു സെക്കൻഡ് പേഴ്സണിലേക്ക് അത് മാറിയിട്ടുണ്ട്. അതായത് നേരിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ 102 ആയത്തിൽ വമാ കുന്ത ലദൈഹിം, താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അത് സെക്കൻഡ് പേഴ്സണിലേക്ക് മാറി. അപ്പോൾ ഇപ്പോഴും സംസാരിക്കുന്നത് റസൂലിനോടാണ്. പക്ഷേ പിന്നെ ഒരു ചിലപ്പോഴൊക്കെ ഇതിന് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ടോണും വരും. പക്ഷെ അത് പറയുന്നത്, അഭിസംബോധന ചെയ്യുന്നത് റസൂലിനോടാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ഇവിടെ ഈ രണ്ടായത്തുകളിൽ അള്ളാഹു പറയുന്നത് മക്കയിലെ മുശ്രിക്കുകൾ, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിസംബോധിതരായിട്ടുള്ള ഹിസ് ഓഡിയൻസ്, they were stubborn and adamant in their disbelief, അല്ലെ? നിഷേധത്തിൽ, സത്യനിഷേധത്തിൽ, ഖുർആനിനെ നിഷേധിക്കുന്നതിൽ, അള്ളാഹുവിനെ നിഷേധിക്കുന്നതിൽ, അള്ളാഹുവിന്റെ കഴിവുകളെ കഴിവുകളൊക്കെ നിഷേധിക്കുന്നതിൽ എന്താണ്, ഇവർ വളരെ അഡമൻ്റ് ആണ് എന്ന കാര്യമാണ് അള്ളാഹു ഇവിടെ എടുത്തു പറയുന്നത്. അതാണ് നമുക്ക് ഇതിന്റെ അർത്ഥം ഒന്ന് ആദ്യം നോക്കാം, എന്നിട്ട് അതിന്റെ ആശയത്തിലേക്ക് പോകാം. ഇവിടെ വമാ അക്സറുന്നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. വമാ അക്സറുന്നാസ്, മാ അവിടെ എന്താണ്? മാ ഉൻ നഫിയാണ്, മീമുൻ നഫി, അല്ലെ? നഫി എന്ന് പറഞ്ഞാൽ നിഷേധത്തിന്റെ, ഇല്ല എന്നുള്ള, അല്ല, ഇല്ല അല്ലെങ്കിൽ അല്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് മാ പറയും. മാ പലതരത്തിലുള്ള മാ ഉണ്ട്, അല്ലെ? വേറെ ഏതൊക്കെ മാ ഉള്ള വേറെ മാ വരും? ഇസ്തിഫാം. ഇസ്തിഫാമിന്റെ മാ വരും എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. മാ ഇസ്മുക്, അല്ലെ? മാ ഫി യദിക്, എന്താ നിന്റെ കയ്യിൽ, എന്താ നിന്റെ പേര് എന്നൊക്കെ ചോദിക്കുന്നത് മാ ഇസ്തിഫാം വരും. പിന്നെ മാ വരുന്ന വേറെ ഏതാ രൂപം? എന്താണോ മൗസൂല്, മൗസൂലായിട്ട്, അതായത് ദാറ്റ് വിച്ച് എന്ന് പറയല്ലോ, ദാറ്റ് വിച്ച് ഇൻ യുവർ ഹാൻഡ് ഈസ് നോട്ട് ഗുഡ് ഫോർ യൂസ് എന്നൊക്കെ പറയുന്ന പോലെ ഇസ്മു മൗസൂലായിട്ട് മാ വരും. പിന്നെ നഫീൻ്റെ മാ വരും. അതുപോലെ മൻ എന്ന അർത്ഥത്തിൽ ചിലപ്പോൾ മാ വരും. അങ്ങനെ പല രൂപത്തിൽ മാ വരും. ഇവിടെ ഈ മാ നഫീൻ്റെ ആണ്. ഒമാ അക്സറുന്നാസ്, അധിക ആളുകളും അല്ല എന്ന അർത്ഥത്തിലാണ്. അധിക ആളുകളും അല്ല. വലൗ ഹറസ്ത, താങ്കൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും, താങ്കൾ എത്ര തന്നെ ഹറസ എന്ന് പറഞ്ഞാൽ അതീവ താല്പര്യത്തോടെ, ആ സെന്റൻസിന്റെ സ്ട്രക്ചർ നമുക്കൊന്ന് ഈ ക്ലാസ്സിന്റെ ഒരു കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഞാനൊന്ന് പിന്നെ എഴുതി കാണിച്ചു തരാം കേട്ടോ. എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തിട്ട് എഴുതി കാണിച്ചു തരാം അതിൻ്റെ. കാരണം വെച്ചാൽ ആ സെന്റൻസിന്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കാൻ ഒരുപാട് പാഠമുണ്ട്. മീൻസ് അതിൻ്റെ ഒരു കൃത്യമായ ആശയം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ സെന്റൻസിന്റെ സ്ട്രക്ചർ ഒന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഡൈസെക്റ്റ് ചെയ്യണം. അത് ഞാൻ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ എന്ത് ചെയ്യാം, ഒന്ന് എഴുതി കാണിച്ചു തരാം കേട്ടോ. വൈറ്റ് ബോർഡോ അല്ലെങ്കിൽ ഏതെങ്കിലും പവർ പോയിന്റോ ഒക്കെ ഒരു സ്ലൈഡ് ഇതിലെടുത്തിട്ട് ഷെയർ ചെയ്തിട്ട് അത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ വമാ അക്സറുൻ നാസി, അധിക ആളുകളും അല്ല, വലൗ ഹറസ്ത, താങ്കൾ എത്ര തന്നെ താല്പര്യപ്പെട്ടാലും, താങ്കൾ എത്ര തന്നെ തീവ്രമായി ആഗ്രഹിച്ചാലും, ഈവൻ ഇഫ് യു ആർ ഇന്റൻസീവ്ലി സീക്കിംഗ് ഫോർ ഓർ ലുക്കിംഗ് ഫോർ എന്ന അർത്ഥത്തിലാണ്. ബി മുഅ്മിനീൻ, അവരെന്തല്ല,
വിശ്വാസികളാകുന്നില്ല. ഞാൻ പറയുന്ന ടെൻസ് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അത് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. ഓക്കെ, അപ്പൊ താങ്കൾ എത്ര തന്നെ ആഗ്രഹിച്ചാലും അവരിൽ അധിക പേരും എന്താകുന്നില്ല, വിശ്വാസികളാകുന്നില്ല. വമാ തസ്അലുഹും അലൈഹി മിൻ അജ്ർ, താങ്കൾ അവരോട് പ്രതിഫലമൊന്നും ചോദിക്കുന്നില്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ, ഇത് ലോകർക്ക് മുഴുവനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഓർമ്മപ്പെടുത്തൽ അല്ലാതെ മറ്റൊന്നുമല്ല ഇത്, ഈ ഖുർആൻ. ഇൻ ഹുവ, ഇത് അല്ല, ഇത് ഈ ഖുർആൻ അല്ല, ഇല്ല, ഒന്നല്ലാതെ മറ്റൊന്നല്ല. എന്താണത്? ദിക്റുൻ, ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു ഉത്ബോധനമാണ്, ഒരു റിമൈൻഡറാണ്. ലിൽ ആലമീൻ, സർവ ലോകർക്കും, സർവ മനുഷ്യർക്കും ഉള്ള ഓർമ്മപ്പെടുത്തലല്ലാതെ മറ്റൊന്നുമല്ല ഈ ഖുർആൻ. സോ ദർ ഈസ് എ ലോട്ട് ടു ലേൺ ഫ്രം ദീസ് ടു സിമ്പിൾ sentences, simple ayats. Okay, let's go into details of these two verses. Okay, ഒന്ന്, ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരു വളരെ സ്റ്റബേൺ ആയിട്ടുള്ള, വളരെ അഡമൻ്റ് ആയിട്ടുള്ള സത്യനിഷേധികളുടെ അവസ്ഥയെക്കുറിച്ച് അള്ളാഹു പറയണം. അവരുടെ അവിശ്വാസത്തിൽ, അള്ളാഹുവിനോടുള്ള നിഷേധത്തിൽ അവർ എന്ത് ചെയ്യാണ്? വളരെ കടുത്ത നിഷേധത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അവരുടെ മുമ്പിൽ ധാരാളം യാഥാർത്ഥ്യങ്ങൾ വെളിവായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കഥ, അല്ല, ഇപ്പൊ ഈ കഥ തന്നെ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. അല്ല, ഈ കഥ ഞാൻ പറയുന്നത് തന്നെ അവർക്കാർക്കും, അല്ല താങ്കളോ അവരോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലെ കഥ, ആ സംഭാഷണങ്ങളൊക്കെ അടക്കം, അവരുടെ മനസ്സിൽ തോന്നിയ വിചാരങ്ങൾ അടക്കം ഞാൻ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠമാണ്. അവർക്കൊരു പിന്നെ അതിൽ നിന്നൊക്കെ ഒരുപാട് ലെസൺസ് അവർക്ക് ഡ്രോ ചെയ്തെടുക്കാം. പക്ഷേ they are still stubborn, they are still adamant on their in their disbelief. അതാണ്. അപ്പം ഈ വസ്തുതകൾ അവരുടെ മുമ്പിൽ വന്നിട്ടും അവർ അത് ശ്രദ്ധിക്കുന്നില്ല. അവര് പിന്നെ എന്തിനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് എന്ന് കാരണം റസൂലിന്റെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അള്ളാഹു വിരൽ ചൂണ്ടുകയാണ്. ഇത്രയധികം റസൂൽ ഇതൊക്കെ പറഞ്ഞിട്ടും, ഇത്രയധികം ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിട്ടും, ഇത്രയധികം അവരോട് അവരുടെ യുക്തിയോട് സംവദിച്ചിട്ടും, അവരുടെ മുമ്പിൽ ഓരോ റീസണബിളായി, റേഷണലായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടും, ദേ ആർ സ്റ്റിൽ എ ഹോപ്പ്ലെസ് കേസ്. യാതൊരു പ്രതീക്ഷയില്ലാത്തൊരു കേസാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അവരുള്ളത് എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് അള്ളാഹു പറയുന്നത്. ഇതൊരു ഒരു പാരലലാണ്. അതായത് യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ സ്റ്റോറിയുമായിട്ട് ഒരു പിന്നെ ഒരു കമ്പാരിസൺ ഇതിനുണ്ട്. അതെന്താന്ന് വെച്ചാൽ നോക്കൂ, എങ്ങനെയാണ് യൂസുഫ് അലൈഹി ഇസ്ലാമയും യാക്കൂബ് നബിയും യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ ബ്രദേഴ്സിനോട്, സഹോദരങ്ങളോട് വളരെ ശക്തമായി, വളരെ കാര്യമായി തന്നെ അള്ളാഹുവിനെ കുറിച്ച് വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അള്ളാഹുവിന്റെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ എന്നിട്ടും അവർ മാറുന്നില്ലല്ലോ. അവസാനം അവർ മാറി. പക്ഷേ കഥയിലുടനീളം നല്ലൊരു ടൈം, മോസ്റ്റ് ഓഫ് ദ ടൈം ദേ വർ സ്റ്റബേൺ ഇൻ ദെയർ ഡിസ്ബിലീഫ്, അല്ലെ? ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അത് യാക്കൂബ് നബിക്കും യൂസുഫ് അലൈഹി ഇസ്ലാമയ്ക്കും എങ്ങനെ ഉണ്ടായോ അതേപോലത്തെ ഒരു അവസ്ഥയിലാണ് താങ്കളും ഇപ്പോഴുള്ളത് എന്നാണ് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത്. സോ യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ദം ടു മച്ച്, ബിക്കോസ് this thing is actually repeating in the history. നമ്മുടെ ലോകത്തിന്റെ ചരിത്രത്തിൽ, മാനവരാശിയുടെ ചരിത്രത്തിൽ, ഹ്യൂമാനിറ്റിയുടെ ഓരോ വിവിധ ഘട്ടങ്ങളിലൊക്കെ ദിസ് സ്റ്റോറി ഈസ് ബീയിങ് റിപ്പീറ്റഡ്. സോ യു ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ദാറ്റ്. അതാണ് പിന്നെ അള്ളാഹു പ്രവാചകനെ ആശ്വസിപ്പിക്കുന്നത്. ദിസ് ഈസ് എ ക്ലിയർ സ്പീച്ച്, അല്ലെ? ഇപ്പോ ഇവിടെ വ്യത്യാസം എന്താന്ന് വെച്ചാൽ, യൂസുഫ് അലൈഹി ഇസ്ലാമിക്ക് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഹി വാസ് വെരി ഒപ്റ്റിമിസ്റ്റിക്. ഇവിടെ അള്ളാഹുവിന്റെ റസൂലിനുള്ള സമാധാനം എന്താ? അള്ളാഹു അദ്ദേഹത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെ? അള്ളാഹു വഹിയിലൂടെ പ്രവാചകനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് അദ്ദേഹം, അള്ളാഹുവിന്റെ റസൂല് സത്യനിഷേധികളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവർ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കാതിരിക്കുമ്പോൾ പ്രവാചകന് ഒരു നിരാശ വരും. ആ നിരാശ വരുമ്പോൾ അതിൽ നിന്ന് സമാധാനം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്വാസം എന്താ പ്രവാചകന്? ഒരു കംഫർട്ട് എന്താ? അള്ളാഹു അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ യൂസുഫ് അലൈഹി സ്വലാമിക്കുള്ള സമാധാനം എന്തായിരുന്നു?
ഐ ഹാഡ് എ ഡ്രീം, അല്ലെ, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകും എന്ന ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഒറ്റൊരു ഘട്ടത്തിലാണ് അള്ളാഹു യൂസുഫ് അലൈഹി സ്വലാമയോട് പറഞ്ഞത്, അല്ലെ, സംസാരിച്ചത്. അതെപ്പോഴാ? ഈ സ്റ്റോറിയിൽ ഒരു ഘട്ടത്തിൽ അള്ളാഹു യൂസുഫ് അലൈഹി സ്വലാമയോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞത് എപ്പോഴായിരുന്നു? എപ്പോഴാ പറഞ്ഞ? നെറ്റിലുള്ള സമയത്ത് എന്താ പറഞ്ഞ? ഔഹൈന ഇലൈഹി ലതുനബ്ബിഅന്നഹും ബിഅംരിഹിം ബിഅംരിഹിം വഹും വഹും ലാ ലാ യശ്ഉറൂൻ. മാഷാ അല്ലാഹ്, അഹ്സൻതി. അതായത് അള്ളാഹു യൂസുഫ് അലൈഹി ഇസ്ലാമിക്ക് ഒരു ബോധനം നൽകി. എന്താ പറഞ്ഞത്? ലതുനബ്ബി അന്നഹും ബി അംരിഹിം ഹാദ. ഈ കിണറ്റിലിട്ട ഈ അവസ്ഥയെക്കുറിച്ച് താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കും, പിന്നീട് ഒരിക്കൽ പറഞ്ഞു കൊടുക്കും. വഹും ലാ യശ്ഉറൂൻ. ആ ഒരു ബോധം യൂസുഫ് അലൈഹി ഇസ്ലാമിക്ക് ഉള്ളതുകൊണ്ട് ഇറ്റ് കെപ്റ്റ് ഹിം ഗോയിങ്. മനസ്സിലായോ? യാക്കൂബ് നബി അലൈഹി സ്വലാമയ്ക്ക് ഇതേപോലെ അള്ളാഹു പറഞ്ഞു കൊടുത്തതായിട്ട് പറയുന്നില്ല, പക്ഷേ അത് സംബന്ധമായ വർത്തമാനങ്ങൾ യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇന്നമാ അഷ്കു ബസ്സി വ ഹുസ്നി ഇലല്ലാഹ്, ഞാൻ എൻ്റെ പരാതികളും പരിദേവനങ്ങളും അള്ളാഹുവിനോടാണ് പറയുന്നത്. അല്ലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹുവിങ്കിൽ നിന്ന് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം. അപ്പൊ അദ്ദേഹം സ്വയം തന്നെ അതിൽ ആശ്വാസം കണ്ടെത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു പക്ഷേ അള്ളാഹു വഹി കൊടുത്തതാകാം, അല്ലെങ്കിൽ അള്ളാഹു തോന്നിച്ചതാകാം. പ്രവാചകന്മാർക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതാണ് യാക്കൂബ് നബിയുടെയും യൂസുഫ് നബിയുടെ അവസ്ഥ. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹം എന്താ? അള്ളാഹ് വാസ് സ്പീക്കിംഗ് ടു ഹിം ഓൾ ദ വേ, അല്ലെ? ഈ പ്രവാചകത്വം ലഭിച്ച 40-ാമത്തെ വയസ്സ് മുതൽ 63-ാമത്തെ വയസ്സ് വരെ ത്രൂ ഔട്ട് അള്ളാഹു പ്രവാചകന് വഹി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ചെറിയ ബ്രേക്ക് ഒഴിച്ചു നിർത്തിയാൽ. എന്നോടാണോ? ഇങ്ങോട്ട് ചോദിക്കാനാ? ഓക്കെ, അല്ല. അപ്പോ ആ അർത്ഥത്തിൽ പിന്നെ റസൂലിനും ഈ സ്റ്റോറിയിലുള്ള പാരലൽ അതാണ്, കമ്പാരിസൺ അങ്ങനെയാണ്. അതായത് യൂസുഫ് നബിക്കും യാക്കൂബ് നബിക്കും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു ഉറപ്പ് ഏതോ അർത്ഥത്തിൽ ലഭിക്കുന്നു. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിക്കുന്നു. സോ നമ്മൾ വിചാരിക്കും, അപ്പം നമ്മളെ പോലത്തെ ആളുകൾക്ക് ഇതിനെങ്ങനെ ഉറപ്പ് ലഭിക്കുക? ആ ഉറപ്പാണ് ഈ വിശുദ്ധ ഖുർആൻ. ഈ കഥയും പ്രവാചകനോട് അള്ളാഹു സംസാരിച്ചതും ഒക്കെ നമുക്ക് അള്ളാഹ് പറഞ്ഞു തരുന്നത് എന്തിനാ? അതിങ്ങനെ ഒരു ഗ്രന്ഥത്തിലാക്കി നമ്മുടെ മുമ്പിൽ ഈ ഗ്രന്ഥം ഉള്ളത് എന്തിനാ? നമ്മളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നിടത്തോളം കാലം, ദിസ് ഖുർആൻ സ്പീക്സ് ടു അസ്. ഇത് റസൂലിനോടാണ് സംസാരിക്കുന്നതെങ്കിലും നമ്മളോടും കൂടിയാണ് സംസാരിക്കുന്നത്. സോ ഇൻ ഈച്ച് ആൻഡ് എവറി സ്റ്റേറ്റ്മെന്റ് അള്ളാഹ് ഈസ് സ്പീക്കിംഗ് ടു അസ്. മനസ്സിലായി? അങ്ങനെയാണ് ഖുർആനിനെ നമ്മൾ പഠിക്കേണ്ടത്. ഇത് ഏതോ ഒരു കാലത്ത് നടന്ന കഥ, ഒരു കഥയുടെ എന്റർടൈൻമെന്റിന് വേണ്ടി അള്ളാഹു പറയുന്നതല്ല, മറിച്ച് അള്ളാഹ് ഈസ് സ്പീക്കിംഗ് ടു മീ. ഓരോ വാചകത്തിലും അത് അള്ളാഹു എന്നോട് പറയുന്നതാണ് എന്ന ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴും ഈ പ്രവാചകന്മാരോട് അള്ളാഹു സംസാരിച്ചതുപോലെ നമ്മളോടും അള്ളാഹു സംസാരിക്കുന്നതായിട്ട് നമുക്ക് ഈ ഖുർആനിനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനാണ് ഈ ഖുർആനിനെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു ദിക്റാണ്, ഇതൊരു റിമൈൻഡർ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കേട്ടോ? ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകനോട് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി എന്താ പറയുന്നത് വെച്ചാല്, റസൂലെ, താങ്കളുടെ ഈ സിറ്റുവേഷൻ എനിക്കറിയാം. അതുകൂടി അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. താങ്കളുടെ സിറ്റുവേഷൻ, അതായത് റസൂൽ അദ്ദേഹത്തിന്റെ ഓരോ സിറ്റുവേഷൻ അള്ളാഹുവിനോട് പറയുന്നു, അല്ലെ? ഏതുപോലെ യാക്കൂബ് നബി പറഞ്ഞതുപോലെ, ഇന്നമാ അഷ്കു ബസ്സി വ ഹുസ്നി ഇലല്ലാ എന്ന് പറഞ്ഞതുപോലെ, റസൂല് ഓരോ കേസും തന്റെ ജീവിതത്തിലെ ഓരോ സന്ദർഭവും അള്ളാഹുവിനോട് പറയുന്നു. അള്ളാഹു പറയാണ്, ഐ നോ യുവർ കേസ്, എനിക്കറിയാം താങ്കളുടെ അവസ്ഥ, അതിനനുസരിച്ച് ഞാൻ താങ്കൾക്ക് ഓരോന്ന് പറഞ്ഞു തരുന്നു. അപ്പോൾ സാധാരണഗതിയിൽ ഒരു തേർഡ് പേഴ്സൺ കോൺവെർസേഷന് പകരം ഇവിടെ അള്ളാഹു റസൂലിനോട് ഒരു സെക്കൻഡ് പേഴ്സൺ ആയിട്ട് സംസാരിക്കുന്നു. ഒരു ഇന്റിമേറ്റ് ഡയലോഗാണ്, വളരെ ക്ലോസ് ആയിട്ട്. അതാണല്ലോ വമാ കുന്ത ലദൈഹിം, അല്ലെ? വമാ അക്സറുന്നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ, താങ്കൾ എത്ര തന്നെ അതീവ താല്പര്യം കാണിച്ചാലും അവർ വിശ്വാസിയാവുകയില്ല എന്ന് റസൂലിനോട് സംസാരിക്കുന്നു. സോ ദ സെയിം വേ അള്ളാഹ് ഈസ് സ്പീക്കിംഗ് ടു അസ് ആൾസോ. മനസ്സിലായോ? എങ്ങനെയാണോ റസൂലിനോട് അള്ളാഹു സംസാരിക്കുന്നത്, അതുപോലെ അള്ളാഹു നമ്മളോടും സംസാരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഈ വമാക്സറുനാസി വലോ ഹറസ്ത ബി മുഅ്മിനീൻ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അത് പാഠമാകുന്നത്, നമ്മളോട് എങ്ങനെയാണ് അള്ളാഹു ആ വിഷയത്തിൽ സംസാരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഞാൻ പറയാം. ഓക്കെ. ഇനി ഇവിടെ ഈ വമാ കുന്ത
ലദൈഹിം എന്ന് അള്ളാഹു പറഞ്ഞ ആ ഒരു ഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സിറ്റുവേഷനെ അള്ളാഹു എടുത്ത് കാണിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ. അതായത് ഐ നോ ഹൗ ഇമ്പോസിബിൾ ഈസ് യുവർ സിറ്റുവേഷൻ. താങ്കളുടെ സിറ്റുവേഷൻ എത്ര അസാധ്യമായ ഒരു സിറ്റുവേഷനാണ്, എത്ര ടഫാണ്, എത്ര ചാലഞ്ചിങ് ആണ്, ഇതെനിക്കറിയാം. പ്രവാചകന്റെ ആ അനുഭവത്തെ അള്ളാഹു എന്ത് ചെയ്യാണ്, സ്വന്തം ആയിട്ട് എടുത്തിട്ട്, അതായത് അങ്ങനെ ഉണ്ടല്ലോ ഒരു നമ്മൾ ഈ എംപതി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ അവസ്ഥയെ നമ്മുടേതായി മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനോട് സഹതപിക്കുന്ന അവസ്ഥ. സഹതപിക്കുക എന്ന് പറയാൻ പറ്റില്ല, അതിനോട് ഒരു അനുഭാവം കാണിക്കുന്ന ഒരു അവസ്ഥ, മറ്റൊരാളുടെ അവസ്ഥ. അതിനെക്കുറിച്ചാണ് ഇവിടെ അള്ളാഹു പറഞ്ഞത്. അള്ളാഹു പറയാണ്, താങ്കളുടെ ഈ സിറ്റുവേഷൻ എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് മനസ്സിലാക്കുക, എന്തുണ്ട്, താങ്കൾ എത്ര തന്നെ ശ്രമിച്ചാലും ഇവർ വിശ്വാസികളാകുന്ന ഒരു അവസ്ഥയില്ല. അപ്പൊ ഇതൊരു നമുക്ക് അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കണക്ഷൻ അള്ളാഹുമായിട്ടുള്ള ഏറ്റവും സ്ട്രോങ് ആയ ഒരു കണക്ഷൻ ആയതുകൊണ്ടാണ് ഇത്രയും ഇന്റിമേറ്റ് ആയിട്ട് അള്ളാഹു സംസാരിക്കുന്നത്. ദ സെയിം വേ അള്ളാഹു വിൽ സ്പീക്ക് ടു മീ ആൻഡ് യു ആൾസോ. നമ്മളോട് ഓരോരുത്തരോടും വ്യക്തിപരമായി അള്ളാഹു സംസാരിക്കും. എങ്ങനെയാണെങ്കിൽ നമ്മുടെ കണക്ഷൻ അത്രയ്ക്കും അള്ളാഹുവുമായിട്ട് സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ സമർപ്പിക്കുന്ന, നമ്മളും അള്ളാഹുവുമായിട്ട് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് അള്ളാഹു സംസാരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയല്ല, അനുഭവപ്പെടും. അത് വെറും ഒരു തോന്നൽ മാത്രമായിട്ട് അത് അവശേഷിക്കില്ല, മറിച്ച് വി ഡെഫിനറ്റ്ലി വിൽ ഫീൽ ദാറ്റ് അള്ളാഹ് ഈസ് സ്പീക്കിംഗ് ടു അസ്. അങ്ങനെ ഉണ്ടായിട്ടില്ലേ? നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും തീർച്ചയായിട്ടും, അല്ലെ? വളരെ എപ്പോഴും ഉണ്ടാവുകയില്ലെങ്കിലും നിർണായകമായ ഘട്ടങ്ങളിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ ചില തോന്നലുകൾ അള്ളാഹു ഇട്ട് തരുന്നത് പോലെ നമുക്ക് തോന്നും. വൈ? ബിക്കോസ് വി ആർ സോ ക്ലോസ് ടു അള്ളാഹ്. അപ്പോൾ അങ്ങനെ ഒരു ക്ലോസ്നെസ് ആണ് അള്ളാഹു ഇതിലൂടെ നമ്മളോടൊക്കെ ആവശ്യപ്പെടുന്നത്. ഈ ഇപ്പോൾ നഹ്നു നഖുസ്സു അലൈക ഇന്ന ബിമാ പിന്നെ ഇന്ന അൻസൽന അലൈക ഖുർആൻ, അല്ലെ? പിന്നെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ ഖുർആൻ പിന്നെ ലിസാനൻ അറബിയൻ മുബീൻ, ഒരു കിതാബ് മുബീനായിട്ട് അറബി ഭാഷയിൽ താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നു എന്നൊക്കെ. യു അല്ലെ, ഇതൊക്കെ നിനക്ക് എന്ന് പറഞ്ഞിട്ട് റസൂലിനോട് പറയുന്ന അതേ സംഭാഷണം നമുക്കും അനുഭവപ്പെടുന്ന അവസ്ഥകൾ വരും എന്നുള്ളതാണ്. ഇവിടെ അല്ലാഹു മറ്റൊരു സംഗതി കൂടി പറയുന്നുണ്ട്. അതായത് ഒരു ഗിഫ്റ്റ് ഞാൻ താങ്കൾക്ക് നൽകുന്നു. അതായത് യൂസുഫ് അലൈഹി സ്വലാമയ്ക്ക്, യാക്കൂബ് നബി അലൈഹി സ്വലാമയ്ക്ക് ഒരു ഗിഫ്റ്റ് അള്ളാഹു കൊടുത്തു, അല്ലെ? ഒരു സൂചന കൊടുത്തു. അതെന്തായിരുന്നു? ആ ഷർട്ടായിരുന്നു, അല്ലെ? നമ്മൾ ആ ബഷീർ എന്ന് പറഞ്ഞ ആ വർത്താനം പറഞ്ഞപ്പോൾ അത് പറഞ്ഞിരുന്നു. ഒരു ബഷീർ എന്നുള്ളത് എന്താണ്? ഒരു സന്തോഷ വാർത്ത, അല്ലെ? ആ സന്തോഷ വാർത്തയായിട്ട് അള്ളാഹു കൊടുത്തത് എന്താ? യൂസുഫ് അലൈഹി സ്വലാമയുടെ ഷർട്ടാണ്, അല്ലെ? യൂസുഫ് അലൈഹി സ്വലാമയ്ക്ക് കൊടുത്ത ഗിഫ്റ്റ് എന്തായിരുന്നു? തഅ്വീലുൽ അഹാദീസ് ആണ്, അല്ലെ? ഡ്രീം ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ എല്ലാത്തരം സംഭാഷണങ്ങളും ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള കഴിവ്. അതുപോലെ തന്നെ പിന്നീട് യൂസുഫ് അലൈഹി സ്വലാമയ്ക്ക് മുൽക്ക്, ആധിപത്യം നൽകി, ഡൊമീനിയൻ നൽകി, അല്ലെ? ഒരു ഈജിപ്തിന്റെ ആധിപത്യം നൽകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു കൊടുത്തത് എന്താ? അള്ളാഹുവിന്റെ തന്നെ കലാമാണ് കൊടുത്തത്, അല്ലെ? ഫുർഖാൻ, ഒരു സത്യാസത്യ വിവേചകമായിട്ട് ഖുർആൻ കൊടുത്തു. ഇനി നമ്മളെപ്പോലുള്ള വിശ്വാസികൾക്ക്, സാധാരണ വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്നത് എന്താ? പ്രവാചകന് കൊടുത്ത അതേ ഖുർആൻ അള്ളാഹു അവന്റെ പ്രത്യേകമായ കാവലുകൊണ്ട്, കഴിവുകൊണ്ട് സംരക്ഷിച്ച് നിർത്തി നമുക്കിങ്ങനെ പാരായണം ചെയ്യാനും പഠിക്കാനും മനസ്സിലാക്കാനും അതിൽ നിന്ന് ഓരോ ജീവിത സന്ദർഭങ്ങളിലും, പ്രത്യേകിച്ച് നോക്കൂ, 1445 വർഷം കഴിഞ്ഞ് നമ്മളിപ്പോൾ ജീവിക്കുമ്പോൾ ഇപ്പോഴും ഈ ഖുർആനിലെ ഓരോ ആയത്ത് വെച്ചിട്ട് നമുക്ക് ലോക സംഭവങ്ങളെ, ഇപ്പൊ നടക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിലെ AI യുഗത്തിൽ, ഡാറ്റയുടെ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, റോബോട്ട്സിന്റെ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, അല്ലെ, സ്പേസ് എക്സിന്റെ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, നമുക്ക് ഖുർആനിനെ വെച്ചിട്ട് ഇന്നത്തെ സംഭവങ്ങൾ വിശദീകരിക്കാൻ സാധിക്കുന്നു. വൈ? ബിക്കോസ് ദാറ്റ് ഈസ് എ ഗിഫ്റ്റ് ഫ്രം അള്ളാഹ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു സമ്മാനമാണ്. അത് അധികം ആളുകൾക്ക് മനസ്സിലാവില്ല. അത് തന്നെയാണ് ഈ ആയത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നത്, ഒമാ അക്സറുൻ നാസ്. അധികം ആളുകളും എന്തല്ല, അതിനെക്കുറിച്ച് അവെയർ അല്ല, അവർക്ക് അതിനെക്കുറിച്ച് വിശ്വസിക്കാൻ അവർക്ക് തോന്നുന്നില്ല. അപ്പോൾ റസൂലിന് അള്ളാഹു ഈ ഒരു സെക്യൂർ ഗിഫ്റ്റ്, ഒരു വളരെ സമാധാനിപ്പിക്കുന്ന, ഒരു റീഅഷ്യൂറിംഗ് ആയിട്ടുള്ള ഗിഫ്റ്റ് നൽകി, ഒരു സ്ട്രെങ്ത് നൽകി, ഒരു റിലീഫ് നൽകി, അല്ലെ? ഇപ്പം ഈ ഖുർആനെ കുറിച്ച് അള്ളാഹ് എന്നെ പറഞ്ഞത് നോക്കിയേ, ഒരു ഫറഹ് എന്നാണ് പറഞ്ഞത്. ഫറഹ് എന്നുള്ള വാക്ക് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കൊക്കെ വല്ലാത്ത ഒരു
ഭയങ്കരമായിട്ട് ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഒരു സന്തോഷം ഉണ്ടാകുന്ന സന്ദർഭമാണ്. അങ്ങനെ ഇസ്ലാമിൽ പാടില്ല ശരിക്കും, അല്ലെ? അതായത് ഇപ്പോൾ നമ്മൾ മതിമറന്ന് ആഹ്ലാദിക്കുക എന്ന് പറയുമല്ലോ, മതിമറന്ന് ആഹ്ലാദിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ. ഇപ്പൊ ഉദാഹരണത്തിന് ഹാറൂന് ഒരുപാട് സമ്പത്ത് കിട്ടിയപ്പോൾ അയാൾ എന്ത് ചെയ്തു? ആ സമ്പത്തിൽ മതിമറന്ന് ആഹ്ലാദിച്ചു. അപ്പോൾ ആ ഖാറൂനോട് അള്ളാഹു പറഞ്ഞത് ലാ തഫ്രഹ്, നീ ഒരിക്കലും എന്ത് ചെയ്യരുത്? ലാ തഫ്രഹ്, മതിമറന്ന് ആഹ്ലാദിക്കരുത്, ഓവർ ജോയ് കാണിക്കരുത്, ഓവർ എക്സൈറ്റഡ് ആവരുത്, അല്ലെ? പിന്നെ വേറൊരു സന്ദർഭത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ പിന്നെ വലാ തഫ്രഹു ബിമ ആത്താക്കും, അള്ളാഹു നൽകിയ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും മതിമറന്ന് ആഹ്ലാദിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തീരുമാനിച്ചതായിട്ട് പറഞ്ഞു തരുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളോട് മതിമറന്ന് ആഹ്ലാദിക്കാൻ പറഞ്ഞ ഒരു സന്ദർഭമുണ്ട്. അതെപ്പോഴാ? കുൽ കുൽ നബിയെ പറയുക, ബി ഫളില്ലാഹി വബി റഹ്മതിഹി വബിദാലിക ഫൽയഫ്രഹു. ഫറഹ് എന്ന് പറഞ്ഞാൽ, ഫർഹാൻ എന്ന് പറയുന്നത് മതിമറന്ന് ആഹ്ലാദിക്കുന്ന ഒരു അവസ്ഥ. അതിന്റെ പേരിന്റെ ഒരു അർത്ഥമല്ല കേട്ടോ, പേരിൽ കുഴപ്പമൊന്നുമില്ല. പേര് ഫർഹാൻ എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷിക്കുക എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിലാണ്. പക്ഷേ അതിന്റെ യഥാർത്ഥ മീനിങ് ഇത്തരത്തിലുള്ള ഒരു ഓവർ ജോയ് ആണ്. ആ ഓവർ ജോയ് പാടില്ല. മതിമറന്ന് പിന്നെ പരിസരം മറന്ന് ഭയങ്കരമായ പൊട്ടിച്ചിരി നമുക്ക് പാടില്ല. പക്ഷേ അങ്ങനെ മതിമറന്ന് ആഹ്ലാദിക്കാൻ പറഞ്ഞത് ഖുർആനെ കുറിച്ചാണ്. കുൽ ബി ഫളില്ലാഹി വബി റഹ്മതിഹി, അള്ളാഹുവിന്റെ ഔദാര്യവും അവന്റെ കാരുണ്യവും അതിനെ കൊണ്ട് വബിദാലിക ഫൽയഫ്രഹു ദാലിക ഖൈറുൻ മിമ്മാ യജ്മഊൻ, അതുകൊണ്ട് നിങ്ങൾ മതിമറന്ന് ആഹ്ലാദിച്ചോളൂ. അതെന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? ഈ വിശുദ്ധ ഖുർആനെ കുറിച്ചാണ്. അപ്പോൾ ഖുർആൻ ഇസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ജോയ്. അത് ഏറ്റവും നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്, ഒരു സമ്മാനമാണ് ഖുർആൻ. അതിൻ്റെ ഫസ്റ്റ് റെസിപ്പിയൻ്റ് ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ സെക്കൻഡറി റെസിപ്പിയൻസ് ആണ് നമ്മളൊക്കെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഇതിൽ ആ ഖുർആനിൻ്റെ കാര്യത്തിൽ വല്ലാതെ സന്തോഷിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് വരാം. അതായത് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു പറയാണ്, വമാ അക്സറുന്നാസ്, അധിക ജനങ്ങളും, വലൗ ഹറസ്ത, താങ്കൾ ഹിർസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ബലഗ ഫിൽ ഇജ്തിഹാദ് എന്നാണ്. അതായത് ഒരു ഒരു കാര്യത്തിൽ നമ്മൾ പരിശ്രമിക്കാതിൻ്റെ അങ്ങേ അറ്റെത്തുക, തീവ്രമായി പരിശ്രമിക്കുക എന്ന് പറയില്ലേ? ഒരു കാര്യം ഇപ്പൊ ഈ പൗലോ കോയിലോയുടെ നോവലിൽ ആൽക്കമിസ്റ്റ് എന്നുള്ള നോവലിൽ പറയുന്നില്ല, തീവ്രമായി ആഗ്രഹിക്കുക എന്നുള്ള ഒരു കാര്യം. അതാണ് ഈ ഹിർസ് എന്ന് പറഞ്ഞാൽ. ഇഫ് യു ഡിസയർ സംതിങ് ഇന്റൻസീവ്ലി, വിത്ത് എക്സ്ട്രീം ഇന്റൻസ് എഫേർട്സ്, അങ്ങനെ ഒരു കാര്യത്തെ ആഗ്രഹിക്കുന്നതിനാണ് ഹിർസ് എന്ന് പറയാം. അൾട്ടിമേറ്റ് എഫേർട്ട്. ഓക്കെ, ഇപ്പോൾ ജൂതന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അഹ്ലു കിതാബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, വല തജിദന്നഹും അഹ്റസന്നാസി അലൽ ഹയാത്ത്, വല തജിദന്ന അഹ്റസന്നാസി അലൽ ഹയാത്ത് അല്ലദീന ഖാലു അല്ലെ, പിന്നെ ജനങ്ങളുടെ കൂട്ടത്തിൽ ജീവിതത്തോട് തീവ്രമായ ആഗ്രഹമുള്ളവർ ആരാണ്? ഈ ജൂതന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വല്ലദീന അശ്റക്കു, അതുപോലെ തന്നെ ബഹുദൈവ ആരാധകരായിട്ടുള്ള ആളുകളെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കാരണം ജീവിതത്തോട് അങ്ങേയറ്റത്തെ അഭിനിവേശമാണ് അവർക്ക്. അപ്പൊ ആ വാക്കാണ് ഹിർസ് എന്ന് പറയുന്നത്. ഇനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ സത്യവിശ്വാസികളോടുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം പറഞ്ഞപ്പോൾ അള്ളാഹു പറയുന്നുണ്ട്, ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, അല്ലെ? പിന്നെ പ്രവാചകൻ നിങ്ങളുടെ കാര്യത്തിൽ, അതായത് സഹാബികളോട് വളരെ താല്പര്യമുള്ള ആളാണ്. ഹരീസ്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓവർ സെലസ്, അല്ലെ? ഒരു 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 അമിതമായി അതിനകത്തൊക്കെ താല്പര്യമുള്ളതാണ്. അപ്പോൾ ഈ ഹിർസ് എന്ന് പറയുന്നത് ആ ഒരു അർത്ഥത്തിലാണ്. അതായത് അമിതമായ ഒരു താല്പര്യം, വല്ലാത്ത ഒരു അഭിനിവേശം, അല്ലെങ്കിൽ ഒരു ഇന്റൻസീവ് ആയിട്ടുള്ള ഡിസയർ, അതൊക്കെ ഉള്ള ഒരു സംഗതിക്കാണ് ഹിർസ് എന്ന് പറയുന്നത്. അപ്പൊ അത്രത്തോളം താങ്കൾ ജനങ്ങളൊക്കെ വിശ്വാസികളാകാൻ വേണ്ടി ഇത്രയധികം താല്പര്യം വെച്ച് പുലർത്തിയാലും അതെന്ത് ചെയ്യാൻ പറ്റില്ല, താങ്കൾക്ക് ഒരിക്കലും അധിക ആളുകളും വിശ്വസിക്കുന്നവരായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പൊ ഇമാം റാസി ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് പറയുന്നത്, ഈ മൊത്തം ഈ സ്റ്റോറി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ജൂതന്മാർ, അതുപോലെ മുശ്രിക്കുകൾ ഈ യൂസുഫ് അലൈഹി ഇസ്ലാമെ കുറിച്ച് പ്രവാചകനോട് ചോദിച്ചല്ലോ, ആ ചോദിച്ചതിനൊരു റെസ്പോൺസ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അവര് പിന്നെ ശരിക്കും വാസ്തവത്തിൽ ഈ സ്റ്റോറി അവരെ എതിർക്കാൻ വേണ്ടി, അതായത് പ്രവാചകനെ എതിർക്കാൻ വേണ്ടിയാണ് അവർ ചോദിച്ചത്. റസൂലിന് എന്തറിയാം യൂസുഫിനെ കുറിച്ച്, ജോസഫിന്റെ സ്റ്റോറി ഒന്ന് പറഞ്ഞു തരാം.
ഇസ്രായേലി ലിനിയേജ്. കാരണം മക്ക മുശ്രിക്കുകൾ പ്രവാചകനെ എതിർക്കാൻ വേണ്ടിയിട്ട് ജൂതന്മാരെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള വല്ലതും മുഹമ്മദിനെ എതിർക്കാൻ പറ്റിയ വല്ല ആയുധങ്ങളും വല്ല കരുക്കളും നിങ്ങളുടെ അടുത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ജോസഫിനെ കുറിച്ച് ചോദിക്കൂ എന്ന് ചോദിച്ചപ്പോൾ ആ അർത്ഥത്തിൽ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആധികാരികമായി അങ്ങനെ തന്നെയാണ് ഈ സൂറത്ത് ഇറങ്ങിയെന്ന് കുറിക്കുന്ന ഒരു പ്രകടമായ തെളിവൊന്നുമില്ല. പക്ഷെ അങ്ങനത്തെ സംഗതികൾ തഫ്സീറുകളിൽ പറയപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇമാം റാസി അതിനെക്കുറിച്ച് പറയുന്നത്, അപ്പൊ അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചത് ഖുർആൻ ഇങ്ങോട്ട് ഈ സ്റ്റോറി പറഞ്ഞു തരുമ്പോഴേക്കും, യൂസുഫ് നബിയെ കുറിച്ചുള്ള സ്റ്റോറിയുടെ കൃത്യമായ ഒരു വിവരണം തരുമ്പോഴേക്കും ആ സ്റ്റോറി ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവരൊക്കെ അങ്ങോട്ട് വിശ്വസിക്കും. ഇത് റസൂലിന്റെ ഒരു നേരത്തെ പറഞ്ഞ ഒരു ഹിർസിന്റെ ഭാഗമാണ്, ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു താല്പര്യത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം വിചാരിച്ചതാണ്. പക്ഷെ അതിനെക്കുറിച്ചാണ് അത് അള്ളാഹു ഇവിടെ റെഫ്യൂട്ട് ചെയ്യാണ്. താങ്കൾ എത്ര തന്നെ കഥ പറഞ്ഞു കൊടുത്താലും അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ സകല ഉത്തരങ്ങൾ കൊടുത്താലും അവർ പിന്നെയും വിശ്വസിക്കില്ല. ഇത് പ്രവാചകന്മാർ എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഒരു സംഗതിയാണല്ലോ, അല്ലെ? ആകാശത്തു നിന്ന് ഒരു തളിക ഇറക്കി തരാൻ പറഞ്ഞു ഒരു പ്രവാചകനോട്, അല്ലെ? മാഇദ തളിക ഇറക്കി കൊടുത്ത് അവർ വിശ്വസിച്ചോ? ഇല്ല. ഒരു പാറ പൊട്ടിപ്പിളർന്നിട്ടൊരു ഒട്ടകത്തെ കാണിച്ചു തരാൻ പറഞ്ഞു, എന്നിട്ട് അവർ വിശ്വസിച്ചോ? ഇല്ല. മൂസാ നബിക്ക് വടി നിലത്തിട്ടാൽ പാമ്പായി, അല്ലെ? ഇങ്ങനെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചിട്ടും വിശ്വസിക്കാത്ത ആളുകൾ പിന്നെ ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കൊടുത്തുകൊണ്ട് മാത്രം വിശ്വസിക്കും എന്ന് താങ്കൾ വിചാരിക്കേണ്ടതില്ല. അപ്പോൾ ഹൗ എവർ ഹാർഡ് യു ട്രൈ, അല്ലെ? ഇത്രയധികം താങ്കൾ എത്ര കഠിനമായി പരിശ്രമിച്ചാലും ഇവർ വിശ്വസിക്കയില്ല. അത് അള്ളാഹു പല പല ഘട്ടങ്ങളിൽ ഖുർആനിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ നോക്കൂ, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. അബൂ താലിബിനെ ഒരു യഥാർത്ഥ വിശ്വാസിയായി കാണാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അവസാന മരണത്തിന്റെ സന്ദർഭത്തിൽ പോലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ മടിച്ചു, അല്ലെ? അതിനെക്കുറിച്ച് അങ്ങനെ അബൂ താലിബ് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞ ആ ഒരു വാചകമാണെന്ത്? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. താങ്കൾ ഇഷ്ടപ്പെടുന്നവരെ താങ്കൾക്ക് ഒരിക്കലും സന്മാർഗത്തിലാക്കാൻ പറ്റില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. പക്ഷെ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ എന്ത് ചെയ്യുന്നു? അവൻ സന്മാർഗത്തിലാക്കുന്നു. അപ്പൊ പ്രോഫറ്റിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിശ്വാസമായിരുന്നു ഇത്തരം സ്റ്റോറികൾ, അവർ പറയുന്ന സ്റ്റോറികൾക്കൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്തു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കും. ഇതൊരു പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഫാക്ട്. മറിച്ച് അവരിൽ അധികം ആളുകളും വിശ്വസിക്കില്ല എന്നതാണ് വാസ്തവം എന്ന് അള്ളാഹു പറയണം. പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഈ മോസ്റ്റ് പീപ്പിൾ ഒമ അക്സറുന്നാസി എന്ന് പറഞ്ഞല്ലോ, അത് മക്കയിലെ ഖുറൈശികൾ ഉദ്ദേശിച്ചിട്ടാണ് അള്ളാഹു പറഞ്ഞത്. പിന്നെ എന്തുകൊണ്ട് അങ്ങനെ പറയും? ഇപ്പൊ നമ്മൾ തന്നെ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ മലയാളത്തിലൊക്കെ പറയാറില്ലേ, ജനങ്ങളൊക്കെ അങ്ങനെയാണ്, മനുഷ്യന്മാരൊക്കെ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമല്ലോ നമ്മൾ. എല്ലാവരും എന്താ ക്രേസി ആവണം. അത് നമുക്ക് ചിലപ്പോൾ ചില എക്സാമ്പിൾ കണ്ടിട്ടായിരിക്കും, ഒന്നോ രണ്ടോ ആളുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് ആളുകളൊക്കെ ചെയ്യുന്ന സംഗതി കണ്ടിട്ട് നമ്മൾ പറയില്ല, മനുഷ്യന്മാരൊക്കെ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കൂലേ? അതുപോലത്തെ ഒരു പ്രയോഗമാണ് അത്. ഉമ അക്സറുന്നാസ് എന്ന് പറയുമെങ്കിലും അത് മക്കയിലെ മുഷ്രിക്കുകളെയും ഖുറൈശികളെയും ഉദ്ദേശിച്ചിട്ടാണ്, അല്ലാതെ മുഴുവൻ മനുഷ്യ സമൂഹത്തെയും ഉദ്ദേശിച്ചിട്ടല്ല എന്ന് ഇബ്നു അബ്ബാസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ കേസാണ്, ഒരു നോട്ട് എൻകംപാസിങ് ഓൾ, എല്ലാവരെയും മനുഷ്യ സമൂഹത്തെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നതല്ല, അല്ലെങ്കിൽ അവരെ ഉദ്ദേശിച്ച് പറയുന്നതല്ല, മക്കയിലെ മുശ്രിക്കുകളെ ഉദ്ദേശിച്ച് പറയുന്നതാണ്. പിന്നെ ഇമാം അലൂസി അതിനെക്കുറിച്ച് പറഞ്ഞത്, പിന്നെ ഇവര് പ്രോമിസ് ചെയ്തിരുന്നു. അതായത് മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകനോട് ഈ യൂസുഫ് അലൈഹി ഇസ്ലാമയുടെ സ്റ്റോറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു, അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരം തന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പ്രോമിസ് ചെയ്തിരുന്നു. പക്ഷെ അവർ അങ്ങനെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചിട്ടില്ല. അപ്പോൾ അത്തരം ഒരു പിന്നെ മുനാഫിക്കുകൾ, പിന്നെ കപട വിശ്വാസികൾ, അതുപോലെ തന്നെ ബഹുദൈവാരാധകരൊക്കെ അവരുടെ ഒരു സ്വഭാവം അതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞതെന്ന് എന്ന് ഇമാം അലൂസി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കൂ, ഒരു പ്രത്യേകമായ പ്രയോഗം, അല്ലെ? ലൻ യുഅ്മിനു എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. ഒമാ അക്സറുന്നാസി ലൻ യുഅ്മിനു എന്ന് പറഞ്ഞിട്ടില്ല. അവർ ഒരിക്കലും വിശ്വസിക്കുകയില്ല എന്നല്ല അല്ലാഹു പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ഒമാ അക്സറുന്നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. അവർ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ദേ ആർ ഇൻ ബിലീവേഴ്സ് നൗ എന്നാ പറഞ്ഞത്. ഭാവിയിൽ അവർ വിശ്വസിച്ചേക്കാം, ആ സാധ്യത അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് സംഭവിച്ചല്ലോ, അല്ലെ? മക്ക വിജയത്തിന്റെ സന്ദർഭത്തിൽ അധികം ആളുകളും വിശ്വസിച്ചല്ലോ. ഏതുപോലെ? യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ ബ്രദേഴ്സ് തുടക്കത്തിൽ അവർ അവിശ്വസിച്ചെങ്കിലും
പ്രവാചകനോട് യൂസുഫ് നബിയോടും യാക്കൂബ് നബിയോടും ധിക്കാരം കാണിച്ചു, അക്രമം പ്രവർത്തിച്ചു എങ്കിലും അന്തിമമായിട്ട് അവർ പശ്ചാത്തപിച്ചു, അവർ മടങ്ങി. ഇതുപോലെ ഒരു ജുംല ഇസ്മിയ ആയിട്ടാണ് അള്ളാഹു അത് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഒരു പ്രസന്റ് ടെൻസിലാണ്, അല്ലെ. നൗ ദേ ആർ നോട്ട് ബിലീവിങ്, ബട്ട് ആഫ്റ്റർ സം ടൈം ദേ മേ ബിലീവ്. കാരണം അത് പിന്നീട് ആ അർത്ഥത്തിൽ സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, അവര് എന്തൊക്കെ ചെയ്താലും വിശ്വസിക്കില്ല എന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനത്തെ ഒരു നിലപാടാണ് അവർ കൈക്കൊണ്ടിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് താങ്കൾ വറീഡ് ആവേണ്ടതില്ല, താങ്കൾ പിന്നെ അതിനെക്കുറിച്ച് വല്ലാതെ ബേജാറാവേണ്ടതില്ല. മറിച്ച് ഒരു ഘട്ടം വരുമ്പോൾ അവർ വിശ്വസിച്ചേക്കാം എന്ന ഒരു 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 ഹോപ്പ്, ഒരു പിന്നെ എന്താ പറയുക, പ്രതീക്ഷ അള്ളാഹു അവിടെ നിലനിർത്തി കൊടുക്കണം. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ സ്റ്റോറിയുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇവിടെയുണ്ട്. അവര് ബ്രദേഴ്സ്, അവർ പറഞ്ഞ എന്താ, നഹ്നു ഉസ്ബ എന്നല്ലേ പറഞ്ഞത്, അല്ലെ. ഞങ്ങളൊരു വലിയ ശക്തിയാണ്, ഞങ്ങളൊരു വലിയ സംഘമാണ്. അതേപോലെയാണ് അന്നത്തെ മക്ക മുശ്രിക്കുകളും. ഞങ്ങളുടെ അടുത്താണ് പവർ, ഞങ്ങളാണ് പണമുള്ള ആളുകൾ. താങ്കളിൽ വിശ്വസിച്ചാലേ, നബീനോട് പറഞ്ഞ എന്താ, വിശ്വസിച്ച ആളുകളെ നോക്കിയാൽ അവരൊക്കെ അറാദിലുന, അവരൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലെ തീരെ കഴിവില്ലാത്ത പാവങ്ങളായിട്ടുള്ള പെന്നിലെസ് ആയിട്ടുള്ള മനുഷ്യന്മാര്, സമൂഹത്തിലെ ഏറ്റവും അധകൃതരായിട്ടുള്ള ആളുകൾ. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിൽ നോക്കൂ, ഞങ്ങൾ സമൂഹത്തിലെ ഉന്നതര്, പ്രമാണിമാര്. അതായത് യൂസുഫ് അലൈഹി ഇസ്ലാമിയുടെ ബ്രദേഴ്സ് അവരെങ്ങനെയാണോ അവരുടെ ഉസ്ബത്തിനെ കൂട്ടുപിടിച്ചിട്ട് യൂസുഫ് അലൈഹി ഇസ്ലാമിക്ക് എതിരെ തിരിഞ്ഞത്, അതുപോലെയാണ് ഈ മക്ക മുശ്രിക്കുകളും അവരുടെ അധികാരവും അവരുടെ സമ്പത്തും അവരുടെ പിന്നെ വലിയ വലിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർ വിശ്വസിക്കാതിരിക്കുന്നത്. ആ ഒരു പിന്നെ കമ്പാരിസൺ ഉണ്ട്. എന്നിട്ട് പറയാണ് അള്ളാഹിൻ്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞു കൊടുക്കാണ്, അവർക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടും അവരൊരു ഡിനയൽ സ്റ്റേറ്റിലാണ്, അല്ലെ. ഇതിനൊക്കെ നിഷേധിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പം ഇവിടെ പിന്നെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ ആ ഒരു പിന്നെ അള്ളാഹു എങ്ങനെയാണോ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയെ സ്നേഹിച്ചത്, എന്നിട്ട് അവസാനം അദ്ദേഹത്തിന് ഒരു ആശ്വാസം ഉണ്ടാക്കി കൊടുത്തത്, അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഒരു പിന്നെ ആശ്വാസത്തിന്റെ അവസ്ഥ ഉണ്ടാക്കി കൊടുക്കും എന്നതാണ്. പിന്നെ ഇവിടെ ഈ ഒമാ അക്സറുന്നാസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഒരു മാ എന്നുള്ളത് ഒരു നഫീന്റെ ഒരു ലാ എന്നുള്ള മീനിങ്ങിലാണ്. അധികം ആളുകളും വിശ്വസിക്കില്ല. അപ്പോൾ മെജോറിറ്റി ആളുകളും പിന്നെ വിശ്വസിക്കാത്ത ഒരവസ്ഥയിലാണ്. ഇത് എന്താണ് ഈ മെജോറിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് അതും കൂടി നമ്മൾ ഇതിന്റെ പാർട്ടായിട്ട് മനസ്സിലാക്കണം. അധികം ആളുകളും അങ്ങനെയാണെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. പ്രത്യേകിച്ച് ഖുർആനിൽ ഇപ്പോൾ ഈ യൂസുഫ് അലൈഹി ഇസ്ലാം ആ ജയിൽവാസികളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, വലാക്കിന്ന അക്സറൻ നാസി ലാ യഷ്കുറൂൻ, അല്ലെ. അധികം ആളുകളും നന്ദി കാണിക്കില്ല എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ നമുക്കത് നമ്മുടെ ജീവിതത്തിലേക്ക് ചെറിയ ചെറിയ എക്സാമ്പിൾ എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പൊ നോക്ക്, നമ്മളൊരു ചെറിയ ബിസിനസ്സോ ചെറിയ ജോലിയോ ചെറിയ സംഗതികളൊക്കെ നടത്തുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചേഞ്ച് വരുമ്പോൾ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും, അല്ലെ. പക്ഷെ ഒരു വലിയ സംഗതിയിലാണ് നമ്മളെങ്കിൽ നമുക്കതിന് ഒരിക്കലും മാറ്റം വരുത്താൻ സാധ്യമല്ല. അപ്പോൾ ഒരു വലിയ വാഹനവും ഒരു ചെറിയ വാഹനം എടുത്ത് നോക്കുക. ഒരു ചെറിയ വാഹനത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ഏത് വഴി കൂടെ തിരിച്ചു കൊണ്ടുപോകും. ഒരു മോട്ടോർ സൈക്കിളാണ് ഒരാൾ ഓടിക്കണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് വളവും ഈസി ആയിട്ട് വളച്ചു കൊണ്ടുപോകാൻ പറ്റും. ഓട്ടോറിക്ഷക്കാരും മോട്ടോർ സൈക്കിളും ആണല്ലോ നാട്ടിലൊക്കെ, അല്ലെ, ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വളച്ചെടുത്ത് പോകുന്ന ആളുകൾ, അല്ലെ. നമുക്കൊക്കെ കാർ ഓടിക്കുന്ന ആളുകൾ അവരെ കുറ്റം പറയും. കാരണം എന്താ? ഇവർക്ക് പെട്ടെന്ന് ഏത് വഴി കൂടെ എടുത്തു പോകാം. പക്ഷെ ഒരു വലിയ ട്രെയിലർ ആണെങ്കിലോ, ഒരു വലിയ ട്രക്ക് ആണെങ്കിൽ അവർക്കത് പറ്റൂല. അപ്പൊ ഇത് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഹാബിറ്റുകൾക്കനുസരിച്ചാണ്. നമ്മുടെ ഹാബിറ്റുകൾ വളർന്ന് വലുതായി കഴിഞ്ഞാൽ ചേഞ്ച് പ്രയാസമാവും, അല്ലെ. അതേസമയം നമ്മൾ പിന്നെ വളരെ ചെറുതായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കാര്യങ്ങൾ തുടക്കത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ചേഞ്ച് പറ്റും. അപ്പം എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നതായിരിക്കും. പുറത്ത് ചേഞ്ച് വരുമ്പോൾ ആ ചേഞ്ചിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. ഇപ്പൊ നോക്കൂ, നമ്മൾ ആളുകളോട് പറയണം ഇപ്പോഴത്തെ കാലത്ത്, നിങ്ങൾ ഇന്റർനെറ്റിന്റെ അടിമകളായി മാറരുത് എന്ന് പറഞ്ഞാല് ഇപ്പൊ നടക്കൂല. കാരണം എന്താ? ഇന്റർനെറ്റ് ഇല്ലാതെ നമുക്ക് ഒരു സംഗതി നടക്കൂല. അങ്ങനെയാണല്ലോ. മൊബൈൽ ഫോൺ നിങ്ങൾ നോക്കരുത്, മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ നടക്കൂല. കാറ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ നടക്കൂല. കാരണം എന്താ? പണ്ടത്തെ കാലമല്ല ഇത്. കാലം മാറിയിട്ടുണ്ട്. പക്ഷെ അതേസമയം വ്യക്തികൾക്ക് ചിലപ്പോൾ പറ്റിയേക്കും. ഒരാൾക്കൊക്കെ എന്ത് ചെയ്യാം? ഞാൻ മൊബൈൽ ഉപയോഗിക്കാതെ ജീവിക്കാം എന്ന് തീരുമാനിച്ചാൽ പറ്റിയേക്കും. പക്ഷെ അധികം ആളുകളോടും നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അവർക്കത് പറ്റില്ല. അധികം ആളുകൾക്കും അത്തരം സംഗതികൾ പറ്റില്ല. ഈ ഒരു അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ. അപ്പോൾ അവിടെ ചേഞ്ച് എന്തായി മാറും? ഈ എല്ലാ ആളുകളും ചെയ്യുന്ന ഒരു സംഗതി
നമ്മൾ അവരോട് മാറ്റാൻ പറയുമ്പോൾ അത് അബ്നോർമൽ ആയിട്ട് മാറും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു ഹൈവേയിൽ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എല്ലാവരും ഒരേ ഡയറക്ഷനിൽ അല്ലെ, ഒരു ഡുവൽ കാരേജ് വേ ഒക്കെ ആണെങ്കിൽ ഒറ്റ സ്പീഡിൽ അല്ലെങ്കിൽ ഒരു മിനിമം സ്പീഡിൽ എല്ലാവരും പോകുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ മാത്രം 20 കിലോമീറ്റർ സ്പീഡിൽ പോയി എങ്ങനെ ഉണ്ടാവും? അത് അബ്നോർമലാണ് അല്ലേ? അങ്ങനെയാണ് സംഭവം. അതുപോലെ തന്നെ ഒരാൾ തിരിച്ച് ഒരു റോങ് വേ കയറി വന്നാലോ, അത് അബ്നോർമലാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഡ്രസ് കോഡിന്റെ കാര്യത്തിലും ഒരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എല്ലാവരും നല്ല ഡ്രസ്സ് ഇട്ട് വേറൊരാൾ ഒരു മോശം ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അയാൾ ഒറ്റക്ക് നിൽക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ശരിക്കും ഈ മെജോറിറ്റിയെ നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ പറ്റൂല. ഇത് ഭൗതികമായ കാര്യത്തിലാണ് അല്ലെ. പക്ഷേ സ്പിരിച്വൽ ആൻഡ് മോറൽ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. അവിടെ മെജോറിറ്റി അല്ല റൂള്. ഞാൻ പറയണ മനസ്സിലാവുണ്ടോ? ഭൗതികമായ കാര്യത്തിൽ മെജോറിറ്റി ആയിരിക്കും പലപ്പോഴും നമുക്ക് റൂള് നിശ്ചയിക്കുക. ഉദാഹരണത്തിന് ഈ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കണം, എങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന വിഷയത്തിലൊക്കെ ഒരു മെജോറിറ്റി ആയിരിക്കും നോർമൽ സംഗതി കൊണ്ടുവരിക. പക്ഷേ ദീനിന്റെ കാര്യത്തിൽ മെജോറിറ്റി അല്ല കാര്യങ്ങൾ തീരുമാനിക്കുക, ഒരു മൈനോറിറ്റിയാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വൈൻ തുത്യ അക്സറ മം ഫിൽ അർള് യുളില്ലൂക അൻ സബീലില്ലാ ഇൻ യത്തബിഊന ഇല്ലല്ലന്ന വൈൻഹും ഇല്ലാ യഖ്റുസൂൻ. സൂറത്തുൽ അൻആമിലെ 116-ാമത്തെ ആയതിൽ അള്ളാഹു പറയുന്നുണ്ട് വൈൻ തുത്യ അക്സറ മം ഫിൽ അർള്, ഭൂമിയിലെ അധിക ആളുകളെയും താങ്കൾ അനുസരിക്കുകയാണെങ്കിൽ യുളില്ലൂക അൻ സബീലില്ലാ, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് താങ്കളെ വഴിതെറ്റിക്കും. ഈ യത്തബിഊന ഇല്ലല്ലന്ന്, അവർ അധികവും ഊഹങ്ങളെയാണ് പിൻപറ്റുന്നത്. വൈൽഹും ഇല്ലാ യഖ്റുസൂൻ, അവർ വെറും നിഷേധികൾ മാത്രമാകുന്നു. അപ്പൊ മെജോറിറ്റീസ് എന്താണ്? ആന്റി സ്പിരിച്വൽ ആണ്. കസീറുൻ ഹഖ അലൈഹിബുൽ അദാബ്, ശിക്ഷയെക്കുറിച്ച് പറഞ്ഞെടുത്ത് അധികം ആളുകൾക്കും അള്ളാഹു ശിക്ഷ അവർക്ക് അനിവാര്യമാക്കിയിരിക്കുന്നു. ഓക്കെ, ഇനി ഇപ്പോൾ റസൂലിനോട് തന്നെ സൂറത്തുൻ നഹ്ലിൽ അള്ളാഹു അഭിസംബോധന ചെയ്ത് പറയുന്നുണ്ട്. സൂറത്തുൻ നഹ്ലിലെ 37-ാമത്തെ ആയത്തില് വൈൻ തഹറിസ് അലാ ഹുദാഹും, അവരുടെ സന്മാർഗത്തിന്റെ വിഷയത്തിൽ താങ്കൾ അതീവ താല്പര്യം കാണിക്കുകയാണെങ്കിൽ ഫ ഇന്നല്ലാഹ ലാ യഹ്ദി മൻ യുളിൽ, അള്ളാഹു അധിക ആളുകളെയും അവൻ വഴികളിലാക്കാൻ തീരുമാനിച്ച ആളുകളെ അള്ളാഹു ഒരിക്കലും എന്ത് ചെയ്യൂല? സന്മാർഗത്തിലാക്കുകയില്ല. ഒമാലക്കും മിൻ നാസിരീൻ, ഒമാലഹും മിൻ നാസിരീൻ, അവർക്കൊരു സഹായികളെ ലഭിക്കില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം ഇതാണ്. ഭൗതികമായ കാര്യങ്ങളിൽ നമുക്ക് നോർമൽ സംഗതികൾ പറഞ്ഞു തരുന്ന കുറെ അവസ്ഥകൾ ഉണ്ടാകും. പക്ഷേ ദീനിന്റെ വിഷയത്തിൽ, സ്പിരിച്വാലിറ്റിയുടെ വിഷയത്തിൽ, മൊറാലിറ്റിയുടെ വിഷയത്തിൽ അധികം ആളുകളും അത് ഫോളോ ചെയ്യുന്നവരാവുകയില്ല. അവിടെ നമ്മൾ അബ്നോർമലായിട്ട് മാറും. പക്ഷെ ആ അബ്നോർമാലിറ്റിയെ നമ്മൾ മുറുകെ പിടിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള വഴി. മനസ്സിലായോ? ഇനി ഓക്കെ, ഞാൻ ഈ ഒരു സാധനം നേരത്തെ പറഞ്ഞ ഈ വാചകത്തിന്റെ ഒരു ഘടന എങ്ങനെയാണെന്നുള്ളത് ഒന്ന് സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ പറയണേ, സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ. എന്നിട്ട് ഇതൊന്ന് എഴുതി കാണിച്ചു തരാം. ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യട്ടെ. ഇപ്പൊ എൻ്റെ വേർഡ് ഡോക്യുമെന്റ് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഓക്കെ, ഇവിടെ ഞാനൊന്നിത് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ടൈപ്പ് ചെയ്യട്ടെ. ഒമാ അക്സറുന്നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ. ഇതല്ലേ സെന്റൻസ് അല്ലേ? ഇതാണ് ആയത്ത് അല്ലേ? ഇത് അല്ല, കാണുന്നില്ല? എല്ലാവരും ക്ലിയർ ആയിട്ട് കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ, ശരി. ഓക്കെ, ഇതിന്റെ മീനിങ് എങ്ങനെയാ വരിക? ഇത് മീനിങ് പറയുന്നതിന് മുമ്പ് ഞാനിപ്പോ ഒരു സെന്റൻസ് എഴുതാം ഇവിടെ. ഇപ്പൊ നോക്കിയോളൂ, ഇംഗ്ലീഷിലാണെങ്കിൽ ദ വെദർ ടുഡേ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ വാസ് കൂളർ. ഇങ്ങനെ നമ്മൾ എഴുതിയാലേ എന്താ അതിന്റെ അർത്ഥം? ഇനി മലയാളത്തിൽ എഴുതി നോക്കാം. അല്ല, മലയാളത്തിനേക്കാൾ നല്ലത് ഇംഗ്ലീഷാണ്, കുറച്ചുകൂടെ മനസ്സിലാവാൻ നല്ലത്. എല്ലാവർക്കും അറിയാം അല്ലെ? ദ വെദർ ടുഡേ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ വാസ് കൂളർ. ഞാൻ ഇങ്ങനെ എഴുതിയാലേ ഇന്നത്തെ കാലാവസ്ഥ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ, ഞാൻ വളരെ നന്ദിയുള്ളവനാണ്, വാസ് കൂളർ,
ഇന്ന് നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ്. അതിന് ഞാൻ എന്തുണ്ട് നന്ദിയുണ്ട്. അപ്പോൾ ഈ ഈ ഇടയ്ക്ക് വന്ന ഈ സെന്റൻസ് അത് പറഞ്ഞു തരുന്നത് എന്താ നമ്മളോട്? ഹൗ ഡു ഐ ഫീൽ അബൌട്ട് ദ വെദർ, അല്ലെ? ഈ വെദറിനോടുള്ള എൻ്റെ ഒരു പിന്നെ കാഴ്ചപ്പാട് എന്താണ്, അതിന് എൻ്റെ ഫീലിംഗ് എന്താണ് എന്ന് നമ്മൾ പറയണത്. ശരിക്കും നമ്മൾ പറയുന്നത് എങ്ങനെയാ? ദ വെദർ ടുഡേ വാസ് കൂളർ, അല്ലെ? ഇങ്ങനെയാണ് പറയണ്ട. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഫീലിംഗ് അവിടെ ചേർക്കുന്നു, അല്ലെ? ദ വെദർ ടുഡേ ഐ ആം സോ ഗ്രേറ്റ്ഫുൾ വാസ് കൂളർ. ഇതുപോലെയാണ് അള്ളാഹ്, അതായത് ഈ വെദറിനെ കുറിച്ച്, ആ വെദർ എങ്ങനെയാണ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ഒരു കമന്റ് അവിടെ കൊടുക്കുകയാണ്. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ, അല്ലെ? ആ നല്ല വെദർ ഉണ്ടായതിൽ, നല്ല തണുത്ത ഒരു കാലാവസ്ഥ ഉണ്ടായതിന് ഐ ആം സോ ഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്നത് പോലെ ഇവിടെ അള്ളാഹു ഈ ഒമാ അക്സറുന്നാസി ബി മുഅ്മിനീൻ, ഇതാണ് ശരിക്ക് സെന്റൻസ്. ഒമാ അക്സറുന്നാസി ബി മുഅ്മിനീൻ. അതിനിടയിൽ അള്ളാഹു ഒരു വാചകം ചേർക്കാണ്, വലൗ ഹറസ്ത. ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ താഴേക്ക് വരികയാണെങ്കിൽ പിന്നെ മോസ്റ്റ് പീപ്പിൾ ഈവൻ ദോ you have given your all, or your all effort, aren't believers. അതാണ് പറയുന്നത്. അതായത് അധിക ജനങ്ങളും താങ്കൾ എത്ര തന്നെ താല്പര്യം കാണിച്ചാലും വിശ്വസിക്കുന്നവരല്ല. ഇതാണ്, മനസ്സിലായോ? അധിക ജനങ്ങളും താങ്കൾ എത്ര തന്നെ താല്പര്യം കാണിച്ചാലും വിശ്വസിക്കുന്നവരല്ല. അപ്പൊ ഈ ഒരു സെന്റൻസ്, ഇതിനെ പറയാ അറബിയില് ജുംല ഇഅ്തിറാളിയ എന്നാ പറയാ. എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താ? ഇടയ്ക്ക് വന്ന ഒരു ഇന്റർമീഡിയറി ആയിട്ടുള്ള സെന്റൻസ്. ശരിക്കും ഇതില്ലാതെയാണ് പറയേണ്ടിയിരുന്നത്, അല്ലെ? അതായത് അധിക ജനങ്ങളും വിശ്വസിക്കുന്നവരല്ല. പക്ഷെ അള്ളാഹു എന്ത് ചെയ്തു? അതിനിടയിൽ ഇങ്ങനെ ഒരു സെന്റൻസ് കൊണ്ടുവന്നു. എന്താണ്? താങ്കൾ എത്ര തന്നെ താല്പര്യം കാണിച്ചാലും എന്ന് പറയും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? അതാണ് ഇവിടെ ഒമാ അക്സറുനാസ്, അധിക ജനം. ഞാൻ ഇംഗ്ലീഷ് എടുത്ത് കളയാം, ഇപ്പം മലയാളം കുറച്ചും കൂടെ, അല്ലേ? എല്ലാവർക്കും അല്ലെങ്കിൽ ഇതങ്ങോട്ട് മുകളിലത്തെ ഉദാഹരണം പോട്ടെ. ഓക്കെ, ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാലോ. ഉണ്ടാ ഒമാ അക്സറുന്നാസ്, അതില് ഇതാ ഈ ഹൈലൈറ്റ് ചെയ്ത ഭാഗം, വലൗ ഹറസ്ത ഈവൻ ദോ യു ഹാവ് ഗിവൺ ഓൾ യുവർ എഫേർട്ട്, അല്ലെങ്കിൽ താങ്കൾ എത്ര തന്നെ താല്പര്യം കാണിച്ചാലും, എത്ര തന്നെ എഫേർട്ട് എടുത്താലും അവർ വിശ്വസിക്കുന്നവരല്ല. ഇതിങ്ങനെ പറയാനുള്ള ഒരു കാരണം അതെന്താണെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതായത് ഇപ്പോൾ റസൂലിനോട് അള്ളാഹുവിന് നല്ല സ്നേഹമുണ്ട്, അല്ലെ? അമിതമായ ഒരു വല്ലാത്തൊരു സ്നേഹമുണ്ട്. എന്ന് മാത്രമല്ല, അള്ളാഹു റസൂലിന്റെ ഓരോ പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ആളുകൾ വിശ്വസിക്കാൻ വേണ്ടി, അല്ലെ? സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു അത് പറയുന്നില്ല, വല അല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫ. ഈ ഖുർആനിൽ, ഈ സംഭാഷണത്തിൽ അവര് വിശ്വസിക്കാത്തതിന്റെ പേരിൽ ഒരു പക്ഷെ താങ്കളെ തന്നെ നശിപ്പിച്ച് കളയുമോ എന്ന് അള്ളാഹു ഭയപ്പെടുന്നു എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോ ഈ അള്ളാഹിന്റെ റസൂലിന്റെ എഫേർട്ട് അള്ളാഹു കാണുന്നുണ്ട്. പക്ഷെ അതേസമയം റസൂൽ വല്ലാതെ ശ്രമിച്ചെങ്കിലും ഈ മനുഷ്യരോടുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹം കാരണം അവര് വിശ്വസിക്കാത്തതിൽ റസൂൽ എന്താണ്? വറീഡാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അള്ളാഹു റസൂലിനെ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയാണ്. ഇപ്പൊ നോക്കൂ, ഇതില്ലാതെയാണ് റസൂൽ, അതായത് ഈ പറഞ്ഞ സംഗതി എടുത്തു കളഞ്ഞു എന്ന് വിചാരിക്കാം. താങ്കൾ എത്ര തന്നെ വിശ്വസിക്കുന്നില്ല, അധിക ജനങ്ങളും വിശ്വസിക്കുന്നവരല്ല എന്നാണ് റസൂലിനോട് അള്ളാഹു പറയുന്നതെങ്കിൽ അവിടെ റസൂലിനുണ്ടാകുന്ന ഒരു ഹേർട്ട് ബ്രേക്കിംഗ് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഞാൻ ഇത്രയധികം ഈ ആളുകളെ സ്നേഹിച്ചിട്ടും ഇത്രയധികം ഇവർക്ക് വേണ്ടി ഞാൻ പരിശ്രമിച്ചിട്ടും ഇവർ വിശ്വസിക്കുന്നവരല്ല എന്ന് അള്ളാഹ് തന്നെ പറയുമ്പോൾ that will be so devastating for Prophet സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെ? അള്ളാഹിന്റെ റസൂലിന് അതൊരു
ഭയങ്കര താങ്ങാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് മാറും. അതുകൊണ്ട് അള്ളാഹു റസൂലിനെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി റസൂലിൻ്റെ എഫേർട്ടിനെ അപ്രീസിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പറയാണ്, അധിക ജനങ്ങളും താങ്കൾ എത്ര തന്നെ താല്പര്യം കാണിച്ചാലും, താങ്കളുടെ താല്പര്യത്തെ ഞാൻ മനസ്സിലാക്കുന്നു, താങ്കൾ എടുക്കുന്ന എഫേർട്ടിനെ ഞാൻ വിലമതിക്കുന്നു, പക്ഷേ ഇവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് റസൂൽ പറയണം. അള്ളാഹു പറയണം റസൂലിനോട്. ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വൈ ഡിഡ് അള്ളാഹ് മേക്ക് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇൻ ബിറ്റ്വീൻ? മനസ്സിലായോ? എന്താ പറയാൻ തിരിയുന്നുണ്ടോ? അതെ, ഞാൻ പറഞ്ഞൊന്നും മനസ്സിലായിട്ടില്ലേ? മനസ്സിലായി. മനസ്സിലാകുന്നുണ്ട്. അതായത് റസൂലിനെ സമാശ്വസിപ്പിച്ചുകൊണ്ട്, അതായത് ഇപ്പൊ നമ്മളും മലയാളത്തിലൊക്കെ ചിലപ്പോൾ അങ്ങനെ പറയുമല്ലോ, നമ്മൾ എത്ര എഫേർട്ട് എടുത്തിട്ടും അത് ശരിയാവണില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ നമ്മളത് പിന്നെ അതിൻ്റെ ഒരു കണക്ഷൻ വിട്ടുപോയിട്ട് തന്നെ നമ്മൾ ഇതുപോലത്തെ ഈ ജുംല എത്തറാലിയ ഇടക്ക് ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ പറയും. ഇപ്പോൾ ഇവിടെ അള്ളാഹിൻ്റെ റസൂൽ പറയുന്നതിൻ്റെ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ആ ഒരു താല്പര്യത്തെ, ആ എഫേർട്ടിനെ അള്ളാഹു വിലമതിക്കുന്നു, അതിനെ അപ്രീസിയേറ്റ് ചെയ്യുന്നു. അപ്രീസിയേറ്റ് ചെയ്തുകൊണ്ട് അള്ളാഹു പറയാണ്, എന്ത്, താങ്കൾ എത്ര തന്നെ എഫേർട്ട് എടുത്താലും അവരിൽ അധികം ആളുകളും വിശ്വസിക്കാൻ പോകുന്നില്ല. മനസ്സിലായി? അതല്ലാതെ ആ സ്റ്റേറ്റ്മെന്റ് ഇടക്ക് പറയാതെയാണ് അള്ളാഹു അത് പറഞ്ഞതെങ്കിൽ എന്തുണ്ടാവുക? സ്വാഭാവികമായിട്ടും റസൂലിനൊരു നിരാശ വരും, മാത്രമല്ല ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരവസ്ഥ വരും, അല്ലേ? അപ്പം താങ്കളുടെ ഭാഗത്ത് നിന്ന് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. യുവർ എഫേർട്ട് വാസ് ദ ബെസ്റ്റ്, യു ട്രൈഡ് യുവർ ബെസ്റ്റ്, അല്ലേ? ഇപ്പം നോക്കൂ, ഞാനൊരു ബെസ്റ്റ് സ്റ്റോറി പറഞ്ഞു തന്നു, താങ്കളൊരു ബെസ്റ്റ് പ്രോഫറ്റാണ്, പക്ഷെ എന്നിട്ടും ഈ സ്റ്റോറി കേട്ടിട്ടും ഇത്ര വലിയ ഒരു 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 മഹാനായ ഒരു പ്രവാചകൻ അവരുടെ മുമ്പിൽ ഇത് പറഞ്ഞിട്ടും അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ താങ്കൾക്ക് അതിനെക്കുറിച്ച് വല്ലാത്തൊരു ആശങ്ക വേണ്ടതില്ല. സോ യു ഡോണ്ട് നീഡ് ടു ബി ഡെസ്പറേറ്റ്, യു ഡോണ്ട് നീഡ് ടു ബി ഡിസപ്പോയിൻറ്റഡ് എന്ന അർത്ഥത്തിൽ പ്രവാചകനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് കേട്ടാ. അപ്പോൾ ഇപ്പൊ നോക്കൂ, എന്നിട്ട് ഇതിന് ശേഷം പറയുന്ന വാക്ക് വമാ തസ്അലുഹും അലൈഹി മിൻ അജ്ർ. ഇപ്പോൾ അതിന് അതായത് താങ്കൾ അവരോട് യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല, താങ്കളുടെ പ്രബോധനത്തിന് വേണ്ടി ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. അത് നമുക്ക് ശരിക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല സ്റ്റോറിയിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കൊരു ഫ്രണ്ട് എന്ന് വിചാരിച്ചു, നല്ലൊരു ഫ്രണ്ട് ഉണ്ട്, നല്ല ഒരാൾ, വളരെ കഴിവുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്. ആ ഫ്രണ്ടിന് ഞാനൊരു ജോലി ഇൻ്റർവ്യൂവിന് പറഞ്ഞയച്ചു ഒരു സ്ഥലത്ത്. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് എന്താ, ആ ടാലൻറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ടിനെ അവരെടുത്താൽ, ജോലിക്കെടുത്താൽ ആ കമ്പനിക്ക് തന്നെ അത് ഗുണമാണ്. കാരണം എന്താ, ഐ നോ വാട്ട് ഹിസ് ടാലൻസ് ആർ, അല്ലേ? വാട്ട് ഈസ് ഹി കേപ്പബിൾ ഓഫ്, അയാൾക്ക് എത്ര കേപ്പബിലിറ്റി ഉണ്ട്, അയാൾ എത്ര പ്രൊഫഷണലാണ്, ടാലൻറ്റഡ് ആണ് എന്ന് എനിക്കറിയാം. അങ്ങനെ ആൾ ഇൻ്റർവ്യൂവിന് പോയി. ഞാൻ പറഞ്ഞു, ആളോട് ഇൻ്റർവ്യൂവിന് പറഞ്ഞയച്ചു. കമ്പനിക്കാരോട് ഞാൻ പറഞ്ഞു, എന്ത്, ഹീസ് സോ ടാലൻറ്റഡ്, ഹീ വിൽ ബി ആൻ അസെറ്റ് ഫോർ യു, അല്ലെ, നിങ്ങളുടെ കമ്പനിക്ക് അവനൊരു വലിയ അസെറ്റ് ആകും എന്നൊക്കെ ഞാൻ പറഞ്ഞ ആൾ ഇൻ്റർവ്യൂവിന് വിട്ടു. പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ എന്താ, അവൻ തോറ്റു, കമ്പനിക്ക് അവനെ വേണ്ട. കമ്പനി തന്നെ അവനോട് പറഞ്ഞു, നോ, യു ഫെയിൽഡ് ഇൻ ദ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക്, എൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഐ എം ആംഗ്രി, ബട്ട് ഐ എം മാഡ് അറ്റ് ദാറ്റ് കമ്പനി, അല്ലേ? ഞാൻ ആ കമ്പനിയോട് ഭയങ്കരമായിട്ട് കോപിക്കും. കാരണം എന്താ, ദേ ഡോണ്ട് നോ വാട്ട് ദേ ആർ ലൂസിങ്, അല്ലേ? എനിക്ക് ഉറപ്പുണ്ട് അവൻ എടുത്തിരുന്നെങ്കിൽ ആ കമ്പനിക്ക് അവൻ ഒരു അസറ്റായിട്ട് മാറുമായിരുന്നു, ആ കമ്പനിയുടെ പ്രോഫിറ്റിന് അത് കാരണമാകുമായിരുന്നു, ആ കമ്പനിയുടെ നിലവിലുള്ള അവസ്ഥ മെച്ചപ്പെടുത്താൻ അതൊരു ന്യായമായ കാരണമായിട്ട് മാറുമായിരുന്നു. പക്ഷേ അവരെന്ത് ചെയ്യുന്നില്ല, അവരെടുക്കുന്നില്ല. ഇതുപോലെ അള്ളാഹു റസൂലിനെ കുറിച്ച് ഒരു അള്ളാഹ് ഈസ് മാഡ് അറ്റ് ദ പീപ്പിൾ. അള്ളാഹു ഈ റസൂലിനെ അയച്ചത് എന്തിനാ? ഈ ജനങ്ങൾക്കൊരു ഉപകാരമാകാൻ വേണ്ടിയാ, ജനങ്ങൾക്ക് സന്മാർഗമാകാൻ വേണ്ടിയാ. പക്ഷേ ഈ ജനങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ആ റസൂലിനെ സ്വീകരിക്കുന്നില്ല, തിരസ്കരിക്കാണ്. അതിനെക്കുറിച്ചാണ് അള്ളാഹു അടുത്ത ആയതിൽ പറയുന്നത്, ഒമാ തസ്അലുഹും, താങ്കൾ അവരോട് ചോദിക്കുന്നില്ല, അലൈഹി, ഈ ഒരു കാര്യത്തിന്റെ പുറത്ത്, ഈ ദീൻ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ, അള്ളാഹുവിന്റെ ഈ സന്ദേശം പ്രചരിപ്പിക്കുന്ന വിഷയത്തിൽ താങ്കൾ അവരോട് ചോദിക്കുന്നില്ല, മിൻ അജ്ർ, ഒരു കൂലിയും ചോദിക്കുന്നില്ല, ഒരു റിവാർഡും താങ്കൾ ചോദിക്കുന്നില്ല. നോക്കൂ, നിങ്ങൾ എന്തൊക്കെയാണ് ആ പ്രവാചകനെ വിളിച്ചത്? ഷാഇർ എന്ന് വിളിച്ചു, പോയറ്റ് എന്ന് വിളിച്ചു, സ്റ്റോറി ടെല്ലർ എന്ന് വിളിച്ചു, മജ്നൂൻ എന്ന് വിളിച്ചു, ഭ്രാന്തൻ അല്ലെങ്കിൽ കവി എന്ന് വിളിച്ചു, മജീഷ്യൻ എന്ന് വിളിച്ചു, പിന്നെ മൈൻഡ് റീഡർ എന്ന് വിളിച്ചു, അല്ലേ?
ഇതൊക്കെ വിളിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കാൻ കാരണം? സാധാരണ ഒരു പോയറ്റിന്റെ പണി എന്താ? അയാൾക്ക് കുറെ പ്രതിഫലം കിട്ടണം. ഒരു മജീഷ്യന്റെ പണി എന്താ? മജീഷ്യൻ എന്തിനാ മാജിക് കാണിക്കുന്നത്? അയാൾക്ക് ആരെങ്കിലുമൊക്കെ നാണയത്തുട്ടുകൾ ഇട്ട് കൊടുക്കണം. മൈൻഡ് റീഡർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഭാവി പറയട്ടെ അമ്മ എന്നും പറഞ്ഞിട്ട് വരുന്ന മൈൻഡ് റീഡർ, ഭാവി അറിയാമെങ്കിൽ അവരങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല, അത് വേറെ വിഷയം. പക്ഷെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരു പ്രാവിനെ തത്തേനെയും കൊണ്ടുവന്നിട്ട് ഒരു കാർഡ് എടുത്തിട്ട് ഭാവി പറയുന്ന ആള് ഭാവി പറയാൻ വരണ എന്തിനാ? എന്തെങ്കിലും കൂലി കിട്ടണം. ഈ കൂലിയാണ് നിങ്ങൾ ഈ റസൂലിനോട്, അല്ലെങ്കിൽ ഈ റസൂൽ ഈ കൂലിക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നെവർ. He doesn't do this for a reward, a monetary reward. He doesn't want any money from you. അല്ലെ? അതുകൊണ്ടല്ലേ മക്കയിലെ ആളുകൾ റസൂലിനോട് ചോദിച്ചല്ലോ, നിനക്ക് എന്താ വേണ്ടത് വാസ്തവത്തിൽ? ഇപ്പോ നമ്മളോട് ചില ആളുകൾ വിളിക്കും അല്ലെ, നമ്മളെ ആളുകൾ ഫോണിൽ വിളിച്ചിട്ട് ഹലോ സാർ, ഗുഡ് മോർണിംഗ്, ഹൗ ആർ യു എന്നൊക്കെ വിളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തിനാണ് അത്. ഓൺലൈൻ ട്രേഡിങ്, അല്ലെങ്കിൽ ഫോറക്സ്, അതല്ലെങ്കിൽ എന്തോ ഒരു സാധനം വിൽക്കാനാണ് എന്ന് നമുക്കറിയാം. നമ്മൾ ചോദിക്കും, ഓക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഐ ആം ഫൈൻ, വാട്ട് ഡു യു വാണ്ട് എന്ന് നമ്മൾ ചോദിക്കും അല്ലെ? ഇതുപോലെ റസൂല് ഇവരോട് ഇത്രയധികം പിന്നെ ഒരു സെയിൽസ്മാൻ എന്നതിനേക്കാൾ അപ്പുറം അവരോടുള്ള താല്പര്യത്തിന്റെ പുറത്ത് അവരുടെ പിന്നാലെ നടന്നിട്ട് ഈ ദീനിനെ കുറിച്ച് പറയുമ്പോൾ അവർ വിചാരിച്ചേക്കണ റസൂലിന് എന്തോ ഇതിൽ നിന്ന് കിട്ടാണ്ട്. അതുകൊണ്ടാണല്ലോ മക്കയിലെ മുശ്രിക്കുകൾ വന്നിട്ട് പറഞ്ഞത്, നിന്നെ വേണമെങ്കിൽ ഞങ്ങൾ രാജാവാക്കാം, നിനക്ക് വേണമെങ്കിൽ പണം തരാം, പിന്നെ വേണമെങ്കിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കാം, പക്ഷെ ഒറ്റ കാര്യം, ഞങ്ങളുടെ ഈ ദൈവങ്ങളെന്ന് നീ ചോദ്യം ചെയ്യരുത്. അപ്പൊ അവർ വിചാരിച്ചിരിക്കുന്നത് ഇതെന്തോ ഒരു ഭൗതികമായ ഒരു പിന്നെ അധികാരത്തിനും താല്പര്യത്തിനും പണത്തിനും പ്രശസ്തിക്കും പദവിക്കും ഒക്കെ വേണ്ടിയാണ് റസൂൽ ഇത് ചെയ്യണമെന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു മത്ലബി വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ? എല്ലാവർക്കും ഒരു എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്. നമ്മളെ കുറെ കാലമായിട്ട് വിളിക്കാത്തൊരു സുഹൃത്ത് നമ്മളെ വിളിക്കുമ്പോൾ സലാം സലാം എന്ന് പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ തന്നെ നമുക്കറിയാം എന്തോ ഉണ്ട് അല്ലെ, എന്തോ ഒരു കാര്യം നടത്താനാണ് ചോദിക്കുന്നത്. ഒന്നുകിൽ ഒരു പിരിവ്, അല്ലെങ്കിൽ ഒരു കടം, അല്ലെങ്കിൽ എന്തോ ഒരു ആവശ്യം. ഇത് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കണം. ഇവിടെ റസൂലിനെ കുറിച്ച് അള്ളാഹു അവരോട് പറയണേ, ഈ റസൂല് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് യാതൊരു തരത്തിലുള്ള പ്രതിഫലവും ചോദിക്കുന്നില്ല. റസൂലിനോട് അള്ളാഹ് അപ്പൊ ആ വശം മാറ്റി വെച്ചിട്ട് പറയണ്, താങ്കള് ഇങ്ങനെ ആളുകളോട് പോയിട്ട് ബെഗ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ, ഇങ്ങനെ യാചിക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, വഖൂലിൽ ഹഖ്ഖു മിർ റബ്ബിക്കും, താങ്കൾ പറഞ്ഞാൽ മതി ഇത് റബ്ബിൽ നിന്നുള്ള സത്യമാണ്. ഫമൻ ഷാഅ ഫൽയുമിൻ വമൻ ഷാഅ ഫൽയക്ഫുർ, ഇഷ്ടമുള്ളവർ വിശ്വസിക്കട്ടെ, ഇഷ്ടമുള്ളവർ അവിശ്വസിച്ചോട്ടെ, അങ്ങനെ പറഞ്ഞാൽ മതി. ഇതാണ് റസൂലിനോട് അള്ളാഹ് പറയുന്നത്. പക്ഷെ റസൂൽ എന്താ ചെയ്യണ? അതിനപ്പുറം കിടന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് വിശ്വസിക്കാൻ വേണ്ടി അല്ലെ, ഇവൻ പിന്നെ ഇപ്പൊ നോക്കൂ, അബ്ദുല്ലാഹിബിൻ ഉമ്മ മക്തും വന്നപ്പോ പോലും റസൂല് ഒരു മുഖം ചുളിച്ചു അല്ലെ, അബസ വതവല്ല. എന്താ കാരണം? ഈ ഈ ആളുകള് ഒന്ന് വിശ്വസിച്ച് കിട്ടിയെങ്കിൽ. പക്ഷേ അള്ളാഹു അതിനെ പോലും അതിശക്തമായിട്ട് കൈകാര്യം ചെയ്തു. റസൂൽ പറഞ്ഞു, ഈ മനുഷ്യരുണ്ടല്ലോ, ഈ നിന്നിൽ വിശ്വസിച്ച ആളുകൾ, അവർ ചിലപ്പോൾ ഒരു പക്ഷെ പദവിയിലും പണത്തിലും സോഷ്യൽ സ്റ്റാറ്റസിലും ഒക്കെ വളരെ താഴ്ന്നവരായിരിക്കാം. പക്ഷെ ആ താഴ്ന്നവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉന്നതര്. താങ്കൾ അങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിൽ ഇവരുടെ പിന്നാലെ നടന്ന് കെഞ്ചി അങ്ങനെ സ്ഥാപിക്കേണ്ടതല്ല ഈ ദീൻ. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല പിന്നെ വളരെ ശക്തമായി പറയുന്ന ഒരു സംഗതിയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, വമാ തസ്അലുഹും അലൈഹി മിൻ അജ്ർ ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ. ഇത് സർവ്വലോകർക്കുമുള്ള ഒരു റിമൈൻഡർ ആകുന്നു. ഈ ആയത്തുകളുടെ ഏറ്റവും എപ്പിക് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഇവിടെയാണ്. അതായത് ഈ മനുഷ്യന്മാര്, താങ്കളുടെ ഒപ്പമുള്ള മനുഷ്യന്മാര്, അവരേറ്റവും അധസ്ഥിതരും വളരെ കുറച്ചും അല്ലെ ഒക്കെ ആയിരിക്കാം. കാരണം ഒമാ അക്സറുന്നാസ്, അധികം ആളുകളും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷെ എന്നിട്ട് അള്ളാഹ് പറയാണ്, ഇത് സർവ്വലോകർക്കുമുള്ള ഒരു മെസ്സേജ് ആകുന്നു. അതിന്റെ ഒരു പവർ നോക്കൂ ആ സ്റ്റേറ്റ്മെന്റിന്റെ. കാരണം എന്താ? മാ ആമന മിൻഹും ഇല്ലാ ഖലീൽ, കുറച്ചു പേരെ വിശ്വസിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ കുറച്ചു പേരുണ്ടല്ലോ, ആ വിശ്വസിച്ച കുറച്ചു പേര്, the few that will believe are going to take this all over the world. ഈ വിശ്വസിച്ച ഈ ചെറിയ ന്യൂനപക്ഷം, അവര് ഈ വിശ്വാസത്തെ, ഈ സന്ദേശത്തെ ലോകം മുഴുവൻ പ്രസരിപ്പിക്കാനും പ്രചരിപ്പിക്കാനും കഴിവുള്ള ആളുകളാണ്. അങ്ങനെ അവരത് ചെയ്യുമെന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ആ റസൂലിന് കൊടുക്കുന്ന ഒരു ശുഭാപ്തി വിശ്വാസത്തിന്റെ, ഒരു ഒപ്റ്റിമിസത്തിന്റെ, ഒരു കോൺഫിഡൻസിന്റെ ഒരു ടോൺ നോക്കൂ. ഖുർആന്റെ ഒരു അമാനുഷികതക്കുള്ള ഒരു തെളിവ് കൂടിയാണത്. അതായത് ഈ വിശ്വസിക്കുന്ന കുറച്ചാളുകൾ അവരുണ്ടെങ്കിൽ അവര് മതി.
നല്ലത് കുറച്ചു മതി എന്ന് പറയില്ലേ? നല്ലതെന്തിന് അല്ലെ, അങ്ങനെയല്ലേ? നല്ലതെന്തിന് പിന്നെ നഞ്ചെന്തിന് നാനാഴി എന്ന് പറയുന്ന പോലെ അല്ലെ? അത് പിന്നെ വിഷത്തെക്കുറിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഇവിടെ അള്ളാഹു നേരെ തിരിച്ചാണ് ആ ഇക്വേഷൻ തിരിച്ചിടുന്നത്. നല്ല ആളുകൾ വളരെ കുറച്ചു മതി. കുറേ അധികം ചവറുകൾ ഉണ്ടാവുന്നതിനേക്കാളും നല്ലത് നല്ല ആളുകൾ കുറച്ചു മതി. ഇതൊരു വിത്താണ് അവരുടെ ഉള്ളിലുള്ളത്. ആ വിത്ത് പിന്നീട് ഒരു മരമായിട്ട് മാറും. ആ മരം പിന്നെ ഒരു വലിയ വനമായിട്ട് മാറും. ദിസ് ഈസ് എ സീഡ് ആൻഡ് ദാറ്റ് വിൽ ഗ്രോ എ ട്രീ ആൻഡ് ദാറ്റ് ട്രീ വിൽ ഗ്രോ ഇൻ ടു എ ഫോറസ്റ്റ്. വാസ്തവത്തിൽ അതല്ലേ സംഭവിച്ചത്. മക്കയിലെ ഏറ്റവും അല്ലെങ്കിൽ എന്താ പറയാ, താഴ്ന്നവർ, അധകൃതരെന്ന് പറയുന്ന ആ മനുഷ്യർ, ബിലാലിനെ പോലെയുള്ള, ഹബ്ബാബിനെ പോലെയുള്ള ആളുകൾ ആണ് പിന്നീട് എന്തായത് മക്ക മുഴുവൻ കീഴടക്കുന്ന എന്നല്ല മദീനയിലേക്കും പിന്നെ അവിടുന്ന് വലിയ ഒരു സാമ്രാജ്യമായിട്ട് ഇസ്ലാമിക സാമ്രാജ്യം വികസിക്കുന്നതിലേക്ക് വഴിതെളിച്ചതാരാ? ഈ കുറഞ്ഞ ആളുകളാണ്. അപ്പം ലോകത്ത് ഇന്നും ഇപ്പോ അതാണ് ശരിക്ക് ഇന്നും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഇത് എന്ന് പറയാൻ കാരണം അതാണ്. ഇപ്പോൾ നോക്കൂ, ഇൻഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ എന്നാണ് അള്ളാഹു പറഞ്ഞത്. നോട്ട് ജസ്റ്റ് മക്ക. ഇൻഹുവ ഇല്ലാ ദിക്റുൻ ലി അഹ്ലി മക്ക എന്നല്ല പറഞ്ഞത്. ഇൻഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമിൽ അറബി എന്നല്ല പറഞ്ഞത്. മറിച്ച് ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവൻ ഇത് സന്ദേശമായിട്ട് മാറും. മനുഷ്യരുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് നമ്പറാണ് പവർ അല്ലെ? നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നിങ്ങളുടെ വീഡിയോ എത്ര പേര് കണ്ടു അല്ലെ, നിങ്ങളുടെ ഒപ്പം എത്ര ആളുണ്ട്, അതൊക്കെയാണ് ഇന്നത്തെ കാലത്ത്. ആ തോട്ടക്കാരൻ പറഞ്ഞതുപോലെ സൂറത്തുൽ കഹ്ഫിൽ അയാൾ പറയുന്നില്ല എന്താണ്? അന അക്സറു മിൻക മാലൻ വഅസ്സു നഫറ. ഞാനാണ് ഏറ്റവും പണമുള്ള ആള്, എൻ്റെ അടുത്താണ് ഒപ്പം ആളുകളുള്ളത് അല്ലെ? എനിക്ക് എത്രയോ സന്താനങ്ങളുണ്ട്, എനിക്ക് എത്രയോ പണമുണ്ട്. അപ്പോൾ മെജോറിറ്റി മണി അല്ലെ, ഭൂരിപക്ഷവും പണവും. ഇതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പവർ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആളുണ്ട്, നിങ്ങളുടെ കയ്യിൽ എത്ര സമ്പത്തുണ്ട്, അതാണ് ഈ ലോകത്തെ പിന്നെ കീഴടക്കാനുള്ള ശക്തി എന്നാണ് ഇന്നത്തെ കാലത്ത്. പക്ഷേ ഖുർആൻ ഇവിടെ ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റിലൂടെ റസൂലിന് ഒരു വലിയ വിഷൻ കൊടുക്കണേ. ഇത് പറയുമ്പോൾ ഇൻഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ എന്ന് പറയുന്ന സന്ദർഭത്തിൽ സൂറത്ത് യൂസുഫ് അവതരിക്കുന്ന എപ്പോഴാണ് നമ്മൾ പറഞ്ഞു? മക്കയിൽ പ്രവാചകന്റെ നുബുവത്തിന്റെ 9-ാം വർഷമാണ്. എത്ര പേര് വിശ്വസിച്ചിട്ടുണ്ട്? വിരലിലെണ്ണാവുന്ന ആളുകൾ, കയ്യിൽ എണ്ണിയെടുക്കാവുന്ന ആളുകളെ വിശ്വസിച്ചിട്ടുള്ളൂ. പക്ഷെ അവിടെ വെച്ച് റസൂലിനോട് അള്ളാഹ് പറയുന്നത് ഇത് ലോകം മുഴുവൻ പരക്കാനുള്ള ഒരു സംഗതിയാണ്. ദിസ് വിൽ ലൈറ്റ് അപ്പ് ദ എൻറ്റയർ വേൾഡ്. സോ ഒരു ഗ്രാൻഡ് വിഷൻ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി അല്ലെ? അസ്സാബിഖൂൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. ഈ ദീനിൽ മുൻകടന്നു വന്ന ആ കുറഞ്ഞ മനുഷ്യന്മാരുണ്ടല്ലോ, കുറച്ച് ആളുകൾ, അവർ അള്ളാഹുവിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹു അവരെ കുറിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമ്പറാണ് പവർ എന്നതാണ്. പക്ഷേ നമ്പറിനേക്കാളും പവർ എന്താണ്? ക്വാളിറ്റിയാണ് അല്ലെ? നമ്മൾ ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഗസയിൽ നോക്കൂ. ഈ 14 മാസം 147 ദിവസമായിട്ട് അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും അടക്കമുള്ള ലോക ശക്തികള് ബോംബ് അല്ലെ, രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞുകൂടാ, രണ്ടാം ലോക ഭീകര യുദ്ധത്തില് ഇട്ട ബോംബുകളെക്കാളും ഒക്കെ അത്രക്ക് കനത്ത ബോംബുകൾ വർഷിപ്പിച്ച ഒരു പ്രദേശമായിരുന്നു ഗസ. പക്ഷെ ഇപ്പോഴോ, ഈ 15 മാസത്തിന് ശേഷം അവരുടെ ബന്ദികളെ കൊണ്ടുവരുന്ന ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ബന്ദികളുടെ മുഖത്തൊരു ക്ഷീണവും ഇല്ല. ആ വരുന്ന പോരാളികൾ, അവരുടെ മുഖത്തോ അവരുടെ ചലനത്തിലോ അവരുടെ പെരുമാറ്റത്തിലോ യാതൊരു തരത്തിലുള്ള ക്ഷീണവും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അവരൊക്കെ വളരെ ആവേശത്തിലും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വരുന്നു. അപ്പോൾ ആ ചെറിയ മനുഷ്യരുടെ, ലോകം മുഴുവൻ ഒറ്റപ്പെടുത്തിയ ഒരു മനുഷ്യരുടെ അവരുടെ ആത്മവിശ്വാസത്തെയോ അവരുടെ ഈമാനിക ആവേശത്തെയോ തകർക്കാൻ ഈ ബോംബുകൾക്കും ഈ ലോകത്തിന്റെ സകല അല്ല AI ടൂളുകൾ ഉപയോഗിച്ചിട്ടാണ് ബോംബിങ് നടത്തിയിരുന്നെന്നാണ് പറയുന്നത്. AI ടൂളുകൾ, എവിടെയാണ് മനുഷ്യരുള്ളത് മനുഷ്യരില്ലാത്തത് അതൊക്കെ കൃത്യമായി അളന്ന് കണ്ടുപിടിച്ച് പവർഫുൾ ബോംബുകൾ അവരുടെ 80% കെട്ടിടങ്ങളും തകർത്തു, ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. പക്ഷെ എന്നിട്ടും ആ മനുഷ്യർ ഇപ്പോഴും പറയുന്നത് എന്താ? ഞങ്ങളുടെ ഭൂമിയിൽ നിലകൊള്ളും, ഈ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ ആട്ടിപ്പായിക്കാൻ സാധ്യമല്ല. വാസ്തവത്തിൽ അവർ വിജയിക്കുമെന്നതിന്റെ തെളിവതാണ്.
അതാണ് അന അക്സറു മിൻക മാലൻ വഅസ്സു നഫറ എന്ന് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ അടുത്ത് പണമുണ്ട്, എൻ്റെ അടുത്ത് ആയുധമുണ്ട്, എൻ്റെ അടുത്ത് ആളുകളുണ്ട്, വൻ ശക്തികൾ എൻ്റെ ഒപ്പം ഉണ്ട്, നിങ്ങളുടെ അറബികളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾ എൻ്റെ ഒപ്പം ഉണ്ട് എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിന് ഗസക്കാർക്കുള്ള മറുപടി, ഞങ്ങൾ കുറച്ച് മതി, ഞങ്ങൾ ആണുങ്ങൾ കുറച്ച് പേര് മതി, ഞങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കും. ആ ഒരു സംഗതി ഇന്നും ലോകത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു പറഞ്ഞത് തന്നെ അതാണല്ലോ. സൂറത്തുൽ കഹ്ഫിൽ വളരെ വളരെ പ്രകടമായ ഒരു മെസ്സേജ് അള്ളാഹു കൊടുക്കുന്നുണ്ട്. ഇതോടുകൂടി നമുക്ക് ഇത് അവസാനിപ്പിക്കും ഈ ആയത്തൂടെ പറഞ്ഞിട്ട്, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹ വലാ തഉദ് ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർത. അല്ലെ, വസ്ബിർ നഫ്സക, താങ്കൾ ഉറച്ചു നിൽക്കണം, മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി, രാവിലെയും പ്രഭാതത്തിലും പ്രദോഷത്തിലും തങ്ങളുടെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ ആളുകളോടൊപ്പം താങ്കൾ ഉറച്ചു നിൽക്കണം. യുരീദൂന വജ്ഹ്, അവർ അള്ളാഹുവിന്റെ മുഖത്തെ, അവന്റെ വദനത്തെ അവർ ആഗ്രഹിക്കുന്നു. വലാ തഉദ് ഐനാക അൻഹും, അവരിൽ നിന്ന് താങ്കളുടെ മുഖത്തെ ഒരിക്കലും കണ്ണുകൾ അവരിൽ നിന്ന് തെറ്റിക്കരുത്. തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതത്തിന്റെ ആഡംബരങ്ങൾ ആഗ്രഹിച്ചിട്ട് അവരിൽ നിന്ന് താങ്കളുടെ കണ്ണ് തെറ്റിക്കരുത്. വലാ തുത്അ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിന, നമ്മുടെ ഓർമ്മയിൽ നിന്ന്, നമ്മളെക്കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് അശ്രദ്ധയിലായി പോയവനെ താങ്കൾ ഒരിക്കലും അനുസരിച്ചു പോകരുത്. മൻ പിന്നെ തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ വലാ തുത്ഇ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിന വത്തബഅ ഹവാഹു, അവൻ തന്റെ ഇച്ഛയെ പിൻപറ്റിയിരിക്കുന്നു. വകാന അംറുഹു ഫുർത, അവന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അതിര് കവിയും അല്ലെങ്കിൽ അവൻ വീഴ്ച വരുത്തും, ആണ് ഫുർത എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോടും ഇന്നത്തെ വിശ്വാസികളോടും പറയുന്നതാണ്. നിങ്ങളുടെ ഒപ്പം ആളുകളില്ല, നിങ്ങൾക്ക് ആയുധങ്ങളില്ല, നിങ്ങൾക്ക് കരുക്കളില്ല, നിങ്ങൾക്ക് പണമില്ല, നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം വൻ ശക്തികളില്ല, പക്ഷേ നിങ്ങളോടൊപ്പം അള്ളാഹുവുണ്ട്. നിങ്ങൾ റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന അവസ്ഥയിലാണെങ്കിൽ, അള്ളാഹു നിങ്ങളെക്കുറിച്ചും നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചും തൃപ്തിപ്പെട്ട ഒരു അവസ്ഥയിലാണെങ്കിൽ, യു ഡോണ്ട് നീഡ് പീപ്പിൾ, യു ഡോണ്ട് നീഡ് ബിഗ് മണി, യു ഡോണ്ട് നീഡ് ബിഗ് പവർ, ഇതൊന്നും ആവശ്യമില്ല. ഫോക്കസ് ഓൺ ദ പീപ്പിൾ, ദോസ് ഹു ബിലീവ്, വിശ്വാസികൾ കുറച്ചു മതി. അവർക്ക് പണമോ, അവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ VIP-കൾ. ആ VIP-കളാണ് അന്തിമമായി അതിജയിക്കുക. ഈ മെസ്സേജാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. ഇവിടെ പ്രവാചകനോട് പറയും, ഇൻ ഹുവൽ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, ഇത് സർവ്വലോകർക്കുമുള്ള ഒരു മെസ്സേജാണ് എന്ന് പറയുമ്പോൾ, അന്നത്തെ കാലത്ത് അതിനെ വിശ്വസിക്കാനും അതിനെ നെഞ്ചേറ്റാനും വളരെ കുറച്ച് ആളുകൾ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഒമാ അക്സറുൻ നാസി വലൗ ഹറസ്ത ബിമുഅ്മിനീൻ, അധിക ആളുകളും വിശ്വസിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ വിശ്വസിച്ചവർ കുറച്ച് മതി. അവർ ലോകം മുഴുവൻ ഇത് പരത്തുകയും ഇത് പ്രചരിപ്പിക്കുകയും ഇത് പ്രസരിപ്പിക്കുകയും ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നമ്പർ കുറഞ്ഞു പോയതിലോ, നമ്മുടെ ശക്തി കുറഞ്ഞു പോയതിലോ, നമ്മളുടെ പവർ കുറഞ്ഞു പോയതിലോ ഒന്നും നമ്മൾ വിഷമിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യേണ്ടതില്ല. മറിച്ച് അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവനിൽ സർവ്വതും അർപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും വിജയിക്കാനുള്ള, അതിജയിക്കാനുള്ള, അതിജീവിക്കാനുള്ള ശക്തി അവൻ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യും എന്നതാണ് ഈ ആയത്തുകളുടെ അവസാനത്തെ ഒരു സന്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കുകയും അതിനെ നെഞ്ചേറ്റുകയും അതിൻ്റെ സന്ദേശത്തിൽ നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅന ഹാദാ ജംഅൻ മർഹൂമ വജ്അൽ തഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ. അല്ലാഹുമ്മ ലാ തജ്അൽ ഫീനാ വലാ മഅനാ ശഖിയ്യൻ വലാ മഹ്റൂമ. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. اللهم آنس بالقرآن وحشتنا في القبور. اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته آناء الليل وأطراف النهار على الوجه الذي يرضيك عنا. اللهم اجعل القرآن دليلنا إلى جناتك جنات النعيم برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا الله أستغفر الله وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.